ഇന്ന് രാത്രി ദൈവവചനത്തിൽ നിന്ന് അല്പസമയങ്ങൾ നമുക്ക് ചിന്തിക്കാം. വളരെ ശാന്തമായിട്ട് ദൈവവചനത്തിൽ നിന്ന് നമുക്ക് ചിന്തിക്കാം. ഞാൻ വേറൊരു വിഷയം സംസാരിക്കണമെന്ന് ഹൃദയത്തിൽ വാഞ്ചയുണ്ടായിരുന്നു. ഇങ്ങോട്ട് വണ്ടിക്കകത്തിരുന്നപ്പോൾ അതിങ്ങനെ ചിന്തിച്ചാണ് വന്നത്. എന്നാൽ സമയമില്ലാഞ്ഞത് കൊണ്ട് കർത്തൃദാസൻ യെശയ്യാപ്രവചനത്തിൽ നിന്ന് വായിച്ചല്ലോ. ഞാൻ ആ വാക്യത്തിൽ നിന്ന് അങ്ങ് സംസാരിക്കാം. ഇന്ന് സംസാരിച്ചോട്ടെ, കാരണം അദ്ദേഹം എടുത്ത വാക്യമാണ്. അപ്പം ഒരനുവാദം ചോദിക്കുന്നത് നല്ലതാണ്. അതിൽ നിന്ന് അങ്ങ് സംസാരിക്കാം. ശരീരത്തും അല്പം ക്ഷീണമുണ്ട്. ഇന്ന് ഒത്തിരി സമയം എടുക്കാനും ഒക്കത്തില്ല. അദ്ദേഹം എനിക്ക് സമയം തരാൻ അത് പറഞ്ഞുമില്ല. അപ്പം അതിനോട് ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ഇന്ന് രാത്രി ചിന്തിക്കാം. നല്ല വാക്യമാണ് കർത്തൃദാസൻ വായിച്ചത്. ഇതിനകത്ത് കൂടിയിരിക്കുന്ന ദൈവമക്കളിൽ സിംഹഭാഗവും രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ദൈവമക്കളാണ്. അപ്പം നിങ്ങൾക്കൂടെ വചനത്തിൽ നിന്ന് പ്രയോജനമാകട്ടെ. നമുക്കൊന്ന് ഇടേ ഓടി നടക്കരുത്. അവനേതാ ഡേ അവിടെ അടങ്ങിയിരിക്കും. പിള്ളേരാരും ഓടി നടക്കരുത്. നീ ഓടരുത്. ഞാൻ എനിക്ക് തുടക്കത്തിലേ അറിയാം. ഈ ലക്ഷണം കാണുമ്പോൾ അറിയാം ഇടയ്ക്ക് പോകുന്ന കക്ഷികൾ ഇതിനകത്ത് കാണാം. ഞാൻ ആദ്യം ചോദിച്ചത് ആരെങ്കിലും അത്യാവശ്യക്കാരുണ്ടെങ്കിൽ അവർക്ക് അത് അനുവദിക്കും. അതുകൊണ്ടാണ് ശ്രദ്ധിച്ചിരിക്കണം. അധിക സമയം എടുക്കുകയല്ല. വായിച്ച തിരുവെടുത്ത്, കർത്തൃദാസൻ വായിച്ച തിരുവെടുത്ത് ഒന്നുകൂടെ വായിച്ച് സഹായിച്ചാട്ടെ. എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല, എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല, നിങ്ങളുടെ വഴികൾ എന്റെ വഴികളുമല്ല എന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. ആമേൻ. നമുക്ക് ഒരു നിമിഷം കൂടെ ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. പരിശുദ്ധ പിതാവേ, കൂടപ്പെട്ട എല്ലാവരെയും ആശീർവദിക്കണം. അവിടുത്തെ അഭിഷിക്ത ദാസന്മാരുടെ മേലും കൃപ ചൊരിയണം. സന്നിധി ബോധം നൽകണം. പുത്രനെ മഹത്വപ്പെടുത്തണമേ, ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ തന്നെ. ആമേൻ. നമ്മുടെ കരവും ശബ്ദവും ഉയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കാം. ഒരിക്കൽ കൂടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. മുന്നേ ഇടുന്നവനീ, മുന്നേ ഇടുന്നവനീ, മുന്നേ ഇടുന്നവനീ, എന്നും മാറാതിരുന്നവൻ നീ, മുന്നേ ഇരുന്നവൻ നീ. എന്നും മാറാതിരുന്നവൻ നീ, വന്നവൻ നീയെ, വരാനുള്ളവൻ നീയെ, വന്നിത വല്ലഭനേ. വന്നവൻ നീയെ, വരാനുള്ളവൻ നീയെ, വന്നിത വല്ലഭനേ. സുന്ദര രക്ഷകനേ, സുന്ദര രക്ഷകനേ, സുന്ദര രക്ഷകനേ, സുന്ദര
രക്ഷകനെ. യാരോനിലെ റോസ നീ, യാരോനിലെ റോസ നീ, യാരോനിലെ റോസ നീ, യാരോനിലെ റോസ നീ. ഷാരോനിലെ റോസ നീ, എന്നിക്കാരോമൽ സ്നേഹിതൻ നീ. ഷാരോനിലെ റോസ നീ, എന്നിക്കാരോമൽ സ്നേഹിതൻ നീ. എന്മേൽ വിരിച്ച നിൻ സ്നേഹ കോടി കീഴിൽ എന്നുമല്ലി സമമേ. എന്മേൽ വിരിച്ച നിൻ സ്നേഹ കൊടി കീഴിൽ എന്നുമല്ലി സമമേ. സുന്ദര രക്ഷകനെ, സുന്ദര രക്ഷകനെ, സുന്ദര രക്ഷകനെ. രാജാതിരാജമുനി, രാജാതിരാജമുനി, എന്നും കർത്താവും നീ. രാജാതിരാജമുനി, രാജാതിരാജമുനി, എന്നും കർത്താവും നീ. രാജാതിരാജമുനി, എന്നും കർത്താവും നീ. ഉന്നതദേവാ, നീ എന്നെയും സ്നേഹിച്ച അത്ഭുതമത്ഭുതമേ. ഉന്നതദേവാ, നീ എന്നെയും സ്നേഹിച്ച അത്ഭുതമത്ഭുതമേ. സുന്ദര രക്ഷകനെ, സുന്ദര രക്ഷകനെ, സുന്ദര രക്ഷകനെ. എന്നിക്കാനന്ദകാരണനെ, സുന്ദര രക്ഷകനെ. സുന്ദര രക്ഷകനെ, സുന്ദര രക്ഷകനെ. സുന്ദര രക്ഷകനെ, സുന്ദര
കരമുയർത്തി ഒരിക്കൽ കൂടെ ദൈവത്തിന് മഹത്വം കരയേറ്റാം. ഈ നല്ല രാത്രിക്കായി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. സാധാരണ നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് യോഗം പിരിച്ചുവിടുന്ന സമയമായി, നമ്മൾ പയ്യെ തുടങ്ങുന്നതേ ഉള്ളൂ. അപ്പം ഇത് ആരംഭ രാത്രി ആയതുകൊണ്ട് അതിൻ്റെതായ പല കാര്യങ്ങളുണ്ട്, എല്ലാം നടക്കണമല്ലോ. അപ്പം അതുകൊണ്ട് ഇനി കമ്പിവാചകം പോലെ ചില കാര്യങ്ങൾ നമുക്ക് ഒരു എപ്പം നിർത്തണം, ഒരു 9:30 നിർത്തട്ടെ, അതോ 8:30 ഞാൻ നല്ല അന്തരീക്ഷവാനെ വെളുക്കുവോളം നിൽക്കും. എൻ്റെ ഇഷ്ടം പറഞ്ഞാൽ ചിലപ്പോൾ അത് പിന്നെ ബുദ്ധിമുട്ടാകും. അപ്പോൾ വായിച്ച തിരുവെടുത്ത് കർത്തൃദാസി ഒന്നുകൂടെ ഒന്ന് വായിച്ച് സഹായിച്ചാട്ടെ. വിചാരങ്ങളല്ല എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല, നിങ്ങളുടെ വിചാരങ്ങൾ അല്ല, നിങ്ങളുടെ വഴികൾ എന്റെ വഴികളുമല്ല എന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. ദൈവം അരുളി ചെയ്യുക, നിങ്ങളുടെ വിചാരമല്ല എന്റെ വിചാരം, നിങ്ങളുടെ വഴിയുമല്ല എന്റെ വഴി. അപ്പൊ ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന കർത്തൃദാസനെടുത്ത വാക്യം പെട്ടെന്ന് എനിക്കും പ്രകാശിച്ചത് കൊണ്ടാണ്, അതൊരു നടത്തിപ്പാണ്. അപ്പം നമ്മുടെ എല്ലാം വിചാരവും നമ്മെ പറ്റി ദൈവത്തിന്റെ വിചാരം. നമുക്കെല്ലാം ഓരോരോ വിചാരങ്ങളുണ്ട് നമ്മളെ പറ്റി, അതല്ല ദൈവത്തിന് നമ്മെ പറ്റിയുള്ള വിചാരം. ഇത് ഈ മഹായോഗത്തിന്റെ പ്രാരംഭ രാത്രി ആയതുകൊണ്ട് 1-2 കാര്യങ്ങൾ പ്രാരംഭത്തിൽ സൂചിപ്പിക്കേണ്ടതും അത്യാവശ്യമാണ്. വേദപുസ്തകത്തിലെ പ്രവചന പുസ്തകങ്ങളെ 2ആയിട്ടാണ് തരംതിരിച്ച് പഠിക്കുന്നത്. വലിയ പ്രവാചകന്മാരും ചെറിയ പ്രവാചകന്മാരും. പ്രവാചകന്മാരുടെ ആക്കവും തൂക്കവും അനുസരിച്ചല്ല വലുതും ചെറുതുമാക്കിയിരിക്കുന്നത്, പ്രവചനത്തിന്റെ വിശേഷത വെച്ച. വലിയ പ്രവാചകന്മാരുടെ നിരകിൽപ്പെട്ട വ്യക്തികളിൽ അഗ്രഗണ്യനാണ് യെശയ്യാ പ്രവാചകൻ. നിങ്ങൾക്കറിയാം, യെശയ്യാ പ്രവാചകനെ പറ്റി പഠിക്കുമ്പോൾ ഇദ്ദേഹത്തിന്റെ കുടുംബ പശ്ചാത്തലം ഒരു രാജ കുടുംബത്തിൽപ്പെട്ട വ്യക്തിയായിരുന്നു യെശയ്യാ. ഒരു റോയൽ ഫാമിലിയിൽപ്പെട്ടയാളാണ്. കാരണം ഇദ്ദേഹത്തിന്റെ കുടുംബ പശ്ചാത്തലം പഠിക്കുമ്പോൾ ഈ ഉസിയാവിന്റെ ഉപ്പാപ്പനായിരുന്നു യെശയ്യാവ്. വേറെ പുസ്തകം അങ്ങനെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഉസിയാവ്, പിന്നെ പുള്ളിയുടെ മകൻ യോധ, അയാളുടെ മകന് ആകാസിന്റെ മകന് ഇസ്കിയാവിന് ഒരു നാശപുത്രൻ ഉണ്ടായി, മനേഷെ. അങ്ങനെ ആ ചരിത്രം. അപ്പോൾ യോവാശിന്റെ 5 മക്കളിൽ ഇളയവനായിരുന്നു യെശയ്യാവിന്റെ അപ്പനാകുന്ന ആമോസ്. അങ്ങനെയാണല്ലോ പ്രവചനം തുടങ്ങുന്നത്, ആമോസിന്റെ മകനായ യെശയ്യാവ്. അപ്പോൾ യോവാശ് എന്ന് പറയുന്ന ആ രാജാവിന്റെ 5 മക്കളിൽ ഇളയവനായിരുന്നു ആമോസ്. ആമോസിന്റെ മകനാണ് യെശയ്യാവ്. അപ്പൊ ബന്ധം പഠിച്ചു വരുമ്പോൾ ഇവര് ബന്ധുക്കാരാ, കുടുംബക്കാരാ. അപ്പോൾ മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞാൽ നല്ലൊരു കുടുംബത്തിൽപ്പെട്ട വ്യക്തിയായിരുന്നു യെശയ്യാവ്. അദ്ദേഹം പ്രവാചകനായി. ചില ആൾക്കാര് പറയുന്നത് കേട്ടുണ്ട്, ഓ നല്ല കുടുംബത്തിൽപ്പെട്ടവർക്കുള്ള മാർഗമല്ലെന്നിത്. ഏതാ? പെന്തിക്കോസ്. ഇപ്പൊ പിന്നെ അങ്ങനെ അധികം പറയുന്നില്ല, പണ്ടൊക്കെ അങ്ങനെ ആയിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. സ്തോത്രം. പിന്നെ ഇപ്പം മനസ്സിലായി, എടാ ഇതാ ശരിയായ മാർഗം. സ്തോത്രം. അതുകൊണ്ട് വിളിയില്ലാത്തവർ ഇപ്പൊ ഇതിനകത്ത്, എൻ്റെ ഭാഷ പറയാം, ഭാഷയൊന്നും അത്ര നല്ലതല്ല, വിളിയില്ലാത്തവനല്ല ഇപ്പൊ ഇതിനകത്ത് ഉരുണ്ട് കയറിക്കൊണ്ടിരിക്കുക. അപ്പൊ ഒരു കാലത്ത് ചിലർ ധരിച്ചിരിക്കുന്നത് നല്ല കുടുംബത്തിൽപ്പെട്ടവർക്കുള്ള മാർഗം അല്ലെന്നാ. ഒരു കാര്യം പറയാം, എല്ലാവരും ഒരു കുടുംബത്തിലെ അംഗമാണ്. ഒരു വ്യക്തിയിൽ നിന്നാണ് സകല മനുഷ്യരും ഈ ഭൂമിയിൽ അവതരിച്ചത് അല്ലെങ്കിൽ ജനിച്ചത്. ആ വ്യക്തി മറ്റാരുമല്ല, സർവജ്ഞനായ ദൈവം തന്റെ കരത്താൽ സൃഷ്ടിച്ച ആദാം. അങ്ങനെയാണല്ലോ പുസ്തകത്തിലെ വാക്ക്, ഭൂമിയിലെങ്ങും കുടിയിരിക്കുവാൻ അവൻ ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതിയെ ഉളവാക്കി. ഹൈന്ദവരെ പഠിപ്പിക്കുന്നത് വേറെ രീതിയിലൊക്കെ പഠിപ്പിക്കുന്നുണ്ട്, ആ ഭാഗത്തേക്കൊന്നും പോകുന്നില്ല. ഓങ്കാരമായ പൊരുൾ 3ആയി പിരിഞ്ഞുടനെ ആങ്കാരമായതിന് താൻ തന്നെ സാക്ഷിയത് ബോധം വരുത്തുവതിനാളായി നിന്ന പരമാചാര്യ രൂപഹരി. അങ്ങനെ അവർ ചൊല്ലുന്നത് ഞാനും പണ്ട് ചൊല്ലിട്ടുള്ളതാണ്.
ഓ, അത് ബന്ധനമാണല്ലോ അല്ലേ? എന്നാ വേണ്ട. അല്ല, ചിലരുടെ മുഖത്തൊക്കെ ഒരു ശിവന്റെ രക്തം പറഞ്ഞിരിക്കുന്നു. ആയിക്കോട്ടെ. വേദപുസ്തകം പഠിപ്പിക്കുന്നത് അതങ്ങനെ തന്നെ. ഭൂതലത്തിലെങ്ങും കുടിയിരിക്കുവാൻ അവൻ ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതിയെ ഉളവാക്കി. ഒരെണ്ണത്തിന്റെ സന്തതിയാ ഇവിടെ ഇരിക്കുന്ന മുഴുവനും, ഈ ലോകത്തിലുള്ള മുഴുവൻ എണ്ണവും. പിന്നെ വർഷങ്ങളുടെ കാലപ്പഴക്കമൊക്കെ മുമ്പോട്ട് വന്നപ്പോൾ സാഹചര്യം, ഭക്ഷണക്രമം, ജീവിതചര്യ, ജോലി, അധ്വാന മണ്ഡലങ്ങളെ, ക്ലൈമറ്റ്, ഇങ്ങനെയുള്ള വിഷയങ്ങളാലാണ് ഓരോരുത്തർക്കും ഓരോ പ്രകൃതിയായി പോയത്. അതെ, ഇപ്പൊ ഉദാഹരണമാ ഉടക്കുണ്ടാക്കാനല്ല. ഈ നമ്മുടെ നാട്ടില് ഇപ്പൊ എൻ്റെ കളറ് വെളുത്തതുമല്ല, എന്നാൽ അത്ര കറുപ്പും അല്ല. പക്ഷെ ഈ സെയിം കളറിലുള്ള ആൾക്കാർ അമേരിക്കയിലുണ്ടെങ്കിൽ എൻ്റെ ഈ കളറിൽ വ്യത്യാസമുണ്ട്. മുഖത്തോട്ട് നോക്കുമ്പോൾ തന്നെ കളർ ഇതായിരിക്കും, ഈ പരുവായിരിക്കും, ഇത്ര നീളമൊക്കെ വ്യത്യാസം. അതെന്നാന്ന് വെച്ചാൽ ഭക്ഷണക്രമത്തിൻ്റെയും ക്ലൈമറ്റിൻ്റെയും. അത് പിന്നെ 4-5 തലമുറയാകുമ്പോൾ ആ വിധത്തിൽ വരും. എല്ലാം സങ്കടപ്പെട്ട് അരിജം കയറിയിരിക്കുന്നത് അങ്ങനെയൊക്കെ വന്നതാ. നമ്മൾ കണ്ണാടി നോക്കി വെച്ച് അരിജം കയറിയ യോഗത്തിന് വന്നിരിക്കുന്നത്. ഒരു സ്തോത്രം പറയാതിരിക്കുന്നത്. ഇരിപ്പ് കാണുമ്പോൾ എനിക്കറിയാം. കണ്ണാടില്ല നോക്കി വെച്ച് അരിജം കയറി പല്ലിന് ഇറങ്ങിയേച്ചാ ഇനിയിപ്പോൾ ഇച്ചിരി കഴിയുമ്പോഴേ അതൊന്ന് ഓർഡറായി വരുവുള്ളൂ. എനിക്കറിയാം, ഇരിപ്പ് കാണുമ്പോൾ അറിയാം. വേട്ടമല പാടിയ പാട്ട് വേണേ ഒന്ന് ചേർന്ന് പാടിക്കോ. നീതി സൂര്യൻ വരുമ്പോൾ തൻ പ്രഭയിൻ കാന്തിയാലൻ ഇരുൾ നിറം മാറിയിടുമേ. നീതി സൂര്യൻ വരുമ്പോൾ തൻ പ്രഭയിൻ കാന്തിയാലൻ ഇരുൾ നിറം മാറിയിടുമേ. രാജരാജ പ്രതിമയെ ധരിപ്പിച്ചിട്ടെന്നെ തൻ രാജരാജ പ്രതിമയെ ധരിപ്പിച്ചിട്ടെന്നെ തൻ കൂടവേ ഇരുത്തുന്ന രാജാവു വേഗം വരും. കൂടവേ ഇരുത്തുന്ന ഓയൻ പ്രിയ രക്ഷകൻ. അപ്പൊ ശ്രദ്ധിക്കുക, ചില ആൾക്കാർ ധരിച്ചു വെച്ചത് ഇത് സാധാരണക്കാരും അതിൽ താഴേക്കിടയിൽപ്പെട്ടവരുടെ മാർഗമാണ്. അല്ല, നിങ്ങൾ പുസ്തകം പഠിച്ചാൽ, ചരിത്രം പഠിച്ചാൽ എല്ലാ വിഭാഗത്തിൽപ്പെട്ടവർക്കും ഇത് സത്യമാണെന്ന് മനസ്സിലായപ്പോൾ ദൈവത്താൽ അവരെല്ലാം ഈ മാർഗത്തിൽ വന്നു. അത് യെശയ്യാവ് രാജകുടുംബത്തിൽപ്പെട്ട വ്യക്തിയ, ഇദ്ദേഹത്തിന്റെ ഭാര്യയും പ്രവാചകിയ. ഇദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്ന ഒരു വിശേഷണ പദം ഞാൻ എപ്പോഴും പറയാനുണ്ട്, സുവിശേഷ പ്രവാചകൻ എന്ന. സുവിശേഷ പ്രവാചകൻ എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിന്റെ ജനനത്തിന് മുമ്പുള്ള വിഷയം മുതൽ, അല്ലെങ്കിൽ ക്രിസ്തുവേശു ജനിക്കുന്ന കാര്യങ്ങൾ അടുക്കിടക്കായിട്ട് അവിടുത്തെ തിരുജനനം, അവിടുത്തെ ജീവിതം, അവിടുത്തെ ശുശ്രൂഷ, അവിടുത്തെ യാത്ര, ക്രിസ്തുവേശുവിന്റെ കഷ്ടാനുഭവങ്ങൾ, അവിടുത്തെ തിരുമരണം, അവിടുത്തെ അടക്കം, അവിടുത്തെ ഉയർപ്പ്, അവിടുത്തെ സ്വർഗാരോഹണം, സ്വർഗത്തിൽ പോയിട്ട് തിരിച്ചു വരുന്നത്, മഹത്വപ്രത്യക്ഷത, മേഘപ്രത്യക്ഷത, മഹത്വപ്രത്യക്ഷത, 1000 ആണ്ട് വാഴ്ച, യുഗായുഗമായുള്ള ദൈവമക്കമായുള്ള വാസം, ഇതെല്ലാം ആത്മാവിൽ ദർശിച്ച് അടുക്കടുക്കടുക്കായി പ്രവചിച്ച പ്രവാചകനാണ് യെശയ്യാവ്. അതുകൊണ്ടാണ് ഇദ്ദേഹത്തെ സാധാരണ സുവിശേഷ പ്രവാചകൻ എന്ന് പറയുന്നത്. എന്താണ് സുവിശേഷം? സുവിശേഷം മതം മാറ്റുകയല്ല, ആൾക്കാരെ കൂട്ടുകയോ ഒച്ചയുണ്ടാക്കുകയോ ഒന്നുമല്ല. സുവിശേഷം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയാണ്. അത് മറ്റാരുമല്ല, കർത്താവാകുന്ന യേശു ക്രിസ്തു. മാനവജനതയുടെ പാപത്തിന്റെ പരിഹാരത്തിന് സ്വർഗ മഹിമകൾ വെടിഞ്ഞ് ഈ ലോകത്തിലേക്ക് കന്യാസൂനുമായി അവതരിച്ച നസറയനാകുന്ന യേശു, വചനം ജഡമായി തീർന്നു കൃപയ്ക്കും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്ത നസറായനാകുന്ന യേശു. അതാണ് സുവിശേഷം. പൗലോസ് വളരെ സ്പഷ്ടമായിട്ട് പറഞ്ഞു, നമുക്കെല്ലാവർക്കും ആ വാക്യം അറിയാം. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുവീൻ, അതാകുന്നു ഞങ്ങളുടെ സുവിശേഷം. സുവിശേഷത്തെ
തകർന്ന മാർഗമല്ല, ഇത് വിജയിച്ച മാർഗമാ. സുവിശേഷം മണ്ണോടും മണ്ണ് ചേർന്ന മാർഗമല്ല, സുവിശേഷം വിണ്ണിലേക്ക് കയറിപ്പോയ മാർഗമാ. സുവിശേഷം ആമേൻ താളടിയായ മാർഗമല്ല, ഇത് ജയഭേരി മുടക്കിയ മാർഗമാ. സുവിശേഷം എവിടെ വന്നിട്ടുണ്ടോ, ആര് കേട്ടിട്ടുണ്ടോ, ആര് ഉൾക്കൊണ്ടിട്ടുണ്ടോ, ആര് ഏറ്റെടുത്തിട്ടുണ്ടോ, അവനും അവന്റെ കുടുംബത്തിനും രക്ഷയായിട്ടുണ്ട്. സുവിശേഷം വന്ന രാജ്യങ്ങളും രാഷ്ട്രങ്ങളുടെ മട്ടുമാറ്റി അവൻ മട്ടുമാറ്റുവാൻ, പ്രകൃതി മാറ്റുവാൻ പര്യാപ്തമായ ഒന്നേ ഉള്ളൂ, അത് സുവിശേഷം. യേശുക്രിസ്തു ഏകദൈവം, യേശുക്രിസ്തു സത്യദൈവം, യേശുക്രിസ്തു നിത്യദൈവം, യേശുക്രിസ്തു സാക്ഷാൽ ദൈവം, യേശുക്രിസ്തു ജീവനുള്ള ദൈവം. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന ബഹുമാന്യരായ പ്രിയപ്പെട്ടവരോട് പറയാ, ഈ ആയുസ്സിൽ എനിക്ക് നിങ്ങൾക്ക് ലഭിച്ച ഏറ്റവും വലിയ ഭാഗ്യം സത്യദൈവമായ, നിത്യദൈവമായ, ഏകദൈവമായ, സാക്ഷാൽ ദൈവമായ, ജീവനുള്ള ദൈവമാകുന്ന യേശുവിനെ ആരാധിക്കുന്നതും സേവിക്കുന്നതും സ്നേഹിക്കുന്നതും അംഗീകരിച്ചതും അനുഗമിക്കുന്നതും അനുധാവനം ചെയ്യുന്നതാ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. പരമൊരു ജഡജക്തരില്ല, പ്രാപ്തി തോന്നും യോഗ്യരില്ല. പരമൊരു ജഡജക്തരില്ല, പ്രാപ്തി തോന്നും യോഗ്യരില്ല. പാർക്കിൽ കുലശ്രേഷ്ഠരില്ല, പരിചോട്ടി തുടനിലും മതിയ ഭാഗ്യമിത്. ഭാഗ്യമിത് പ്രാണസഖേ, ഭാഗ്യമിത്. ഭാഗ്യമിത് പ്രാണസഖേ, ഭാഗ്യമിത്. ഭാഗ്യനിധിയ പരമൻ സഭയ്ക്കരുളിയ ഭാഗ്യമിത്. ഭാഗ്യനിധിയ പരമൻ സഭയ്ക്കരുളിയ ഭാഗ്യമിത്. ഭാഗ്യമിത് പ്രാണസഖേ, ഭാഗ്യമിത്. ഭാഗ്യമിത് പ്രാണസഖേ, ഭാഗ്യമിത്. ധരമെടുമലങ്കാരമില്ല, സ്ഥാനമാന ക്ഷോഭമില്ല. ധരമെടുമലങ്കാരമില്ല, സ്ഥാനമാന ക്ഷോഭമില്ല. ധരമെടുമലങ്കാരമില്ല, സ്ഥാനമാന ക്ഷോഭമില്ല. പരനോട്ടെത് പകേലമില്ല, പരിഭവിക്കില്ലോ ക്ഷമിക്ക മാത്രമ ഭാഗ്യമിത്. ഭാഗ്യമിത് പ്രാണസഖേ, ഭാഗ്യമിത്. ഭാഗ്യമിത് പ്രാണസഖേ, ഭാഗ്യമിത്. ഭാഗ്യനിധിയ പരമൻ സഭയ്ക്കരുളിയ ഭാഗ്യമിത്. ഭാഗ്യനിധിയ പരമൻ സഭയ്ക്കരുളിയ ഭാഗ്യമിത്. ഭാഗ്യമിത് പ്രാണസഖേ, ഭാഗ്യമിത്. ഭാഗ്യമിത് പ്രാണസഖേ, ഭാഗ്യമിത്. കരമുയർത്തി കർത്താവിന് മഹത്വം കൊടുക്ക്. ഏറ്റവും വലിയ ഭാഗ്യം ഈ മാർഗത്തിൽ വന്നതാണ്. ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചതാണ്. ഞാൻ എൻ്റെ സഹപടന്മാരായ ദൈവദാസന്മാരോട് ആമൻ ഓർപ്പിക്കട്ടോ, നിങ്ങൾക്ക് അറിയാം എന്നതിലോടൊന്ന് ഓർപ്പിക്കുക. നമ്മുടെ ആയുസ് ലഭിച്ച ഏറ്റവും വലിയ ഭാഗ്യം കർത്താവിനെ ശുശ്രൂഷിക്കുന്നതാണ്. ഇതിനപ്പുറം വേറൊരു ഭാഗ്യവും നമുക്ക് കിട്ടാനില്ല. പൂട്ടാൻ ടാറ്റ എടുക്കുന്ന ഒന്നും അല്ല ഭാഗ്യം. അടിക്കണേ 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 എന്ന് പറഞ്ഞ് ബൈബിളിനിടയിൽ വെച്ച് മിക്കവാറും അടിക്കാൻ സാധ്യത ഉണ്ട്. പൂട്ടാൻ ടാറ്റ അല്ല. സ്തോത്രം. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം യേശുവിനെ അറിഞ്ഞതാണ്. ദൈവത്തിന് മഹത്വം. അപ്പോൾ സുവിശേഷം അത് യേശുക്രിസ്തു. ആ സുവിശേഷമാണ് നമ്മുടെ മട്ടും പ്രകൃതിയെല്ലാം മാറ്റിയത്. ആ ഭാഗത്തേക്ക് ഇനി അധികം പോകുന്നില്ല. ദൈവത്തിന്റെ മഹത്വം. ആ സുവിശേഷത്തിന്റെ വക്താക്കളായി ദേശത്തിന് നെടുകയും കുറുകയും ആക്കിയ ഇടങ്ങളിലൊക്കെ നമ്മൾ ലാഭം വിധം വിശ്വസ്തയോടെ ഈ സുവിശേഷത്തിന്റെ സാക്ഷ്യം വഹിപ്പാൻ വീണ്ടും ദൈവം എല്ലാവർക്കും ആയുസ്സും ആരോഗ്യവും നൽകട്ടെ എന്ന് ആശീർവദിച്ച് ഞാനും പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. എടുത്ത വാക്യത്തോട് കൂറു പുലർത്തണമല്ലോ. ഉൽപ്പത്തി പുസ്തകം സ്തോത്രം നാം പഠിക്കുമ്പോൾ ഈ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുകയാണ്, രക്ഷിപ്പാൻ നിങ്ങളുടെ വിചാരമല്ല എന്റെ വിചാരം. ഒന്നുകൂടെ വാക്യം വായിച്ചേ. 54:8. എന്റെ വിചാരങ്ങൾ
നിങ്ങളുടെ വിചാരങ്ങളല്ല. എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങൾ അല്ല. അല്ല. നിങ്ങളുടെ വഴികൾ എന്റെ വഴികളുമല്ല എന്ന് നിങ്ങളുടെ വഴികൾ എന്റെ വഴികളും അല്ല അല്ല. എന്ന്. ശ്രദ്ധിക്കുക, നമ്മുടെ വിചാരമല്ല ദൈവത്തിന്റെ വിചാരം. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരെ പറ്റി ദൈവത്തിന് വിചാരമുണ്ട്. ഈ തിരുവചനം നമ്മൾ പഠിക്കുമ്പോൾ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചു മണ്ണുകൊണ്ട്. അങ്ങനല്ലയോ? മണ്ണുകൊണ്ട് ദൈവം തദനന്തരം തന്റെ സാദൃശ്യത്തിൽ സ്വരൂപത്തിൽ ത്രിദിവേശനൻ മണ്ണുകൊണ്ട് മനുഷ്യനെ മെടഞ്ഞെന്ന ആ മനുഷ്യനെ മെടഞ്ഞ് സങ്കീർത്തനക്കാരനൊക്കെ പ്രാർത്ഥിക്കുന്നത് ഭയങ്കരവും അതിശയകരമായി സൃഷ്ടിച്ചു. എന്ത് കൃത്യമായിട്ടാണ് സൃഷ്ടിച്ചു വെച്ചേക്കുന്നത്. അതെല്ലാം ഓരോന്നോരോന്ന് അതിന്റെ കൃത്യത്തിനാണ്. എന്നിട്ട് ദൈവം ആദമിനെ ഗാഠനിദ്ര ദീർഘനിദ്ര വരുത്തി ആദമിന്റെ പാർശ്വഭാഗത്ത് നിന്ന് ഒരു വാരിയലെടുത്ത് ഹവ്വായെ സൃഷ്ടിച്ചു. ആദമിന്റെ വാമഭാഗത്ത് നിർത്തി. ആദാം ഗാഠനിദ്ര വിട്ട് എഴുന്നേറ്റ് കണ്ണു ചിമ്മി നോക്കിയപ്പം ഈ അമ്മാമ്മ നിൽക്കുന്നു. അന്തം വിട്ടില്ലെങ്കിലും അത്ഭുത ഭയപരവശനായി പോയെന്ന. പേടിച്ചല്ല, അത്രയ്ക്ക് സൗന്ദര്യത്തിന്റെ തിടമ്പായിരുന്നു ഹവ്വ. അല്ല, ഇങ്ങനൊന്നും അല്ല. ആ നോട്ടോ ഇരിപ്പം കണ്ട് ദൈവമേ, പക്ഷേ ഇനി എനിക്ക് ജീവിക്കണമെന്നൊന്നും. ചിലപ്പോൾ ഞാൻ ഓർക്കും, എന്തിനാ ഞാനിങ്ങനെ മിണ്ടുന്നില്ലല്ലോ ആരും. ഓരോരുത്തരുടെ ജീവിതവും പോക്കും വരവും കാണുമ്പോൾ ഞാൻ ഓർക്കും, എന്തിനാ എന്നെ ഇങ്ങനെ ദൈവം. നീ ഉമ്മ വട്ട് പറയുകയൊന്നും ചെയ്യരുത്. നിന്നെപ്പറ്റി ദൈവത്തിനൊരു വിചാരമുണ്ടെന്ന് പാസ്റ്റർമാര് ചെല്ലി പറയും. പാസ്റ്ററെ, ഞാൻ ചിലപ്പോൾ ഓർക്കും ഈ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങേണ്ട കാര്യം അതിനാ. ഇതുകൊണ്ട് അവിടെ ഒരു പാസ്റ്റർ ഇഷ്ടം പോലെ വസ്തു എഴുതിച്ചു, ഏക്കർ കണക്കിന് പുള്ളിക്ക് റബ്ബർ തോട്ടം എസ്റ്റേറ്റും ഉണ്ട്. പുള്ളിയാന്ന് വണ്ടിയും 5-8 വണ്ടി ഉണ്ട്. പിള്ളേരൊക്കെ അമേരിക്കയിലും പേർഷ്യയിലുമായി ഒരു കുഴപ്പവുമില്ല. പിന്നെ അല്ലാതെ പുള്ളിക്ക് ഈ ബിസിനസ്സുമൊക്കെ ഉണ്ട്. റാന്നിയിലുമൊക്കെ അങ്ങനെയുള്ളവരുണ്ട്. സ്തോത്രം, ആയിക്കോട്ടെ. ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അവരുടെ പോക്കും വരവും നടപ്പും രീതിയും വീടും ചുറ്റുപാടും അവരുടെ ഇതൊക്കെ കാണുമ്പോൾ ഞാൻ ചിലപ്പോൾ അങ്ങ് ഓർക്കുക, എന്തിനാ ഞാനിങ്ങനെ. നീ ചുമ്മാ ബേബിക്കുട്ടി വിവരദേശം ഒന്നും വിളിച്ച് പറയരുത്. സ്തോത്രം, നിന്നെപ്പറ്റി ദൈവത്തിന് വിചാരമുണ്ടെന്ന്. സ്തോത്രം. പാട്ടുകാരും വേണേ പറയും, പാസ്റ്റേ അവരുടെ മറ്റേ പാട്ടുകാരെയൊക്കെ നോക്കുമ്പോൾ ഞങ്ങൾ എന്തിനാ ഇതെല്ലാം എടുത്തോണ്ട് ഇങ്ങനെ നടക്കുന്നെന്ന് തോന്നും. ചിലടത്ത് എന്നാൽ പാടിക്കഴിഞ്ഞാൽ ഭക്ഷണം പോലും തരികയില്ല. ഇവിടുത്തെ കാര്യം, ഇവിടെ അതിൻ്റെ ക്രമീകരണമുണ്ട്. അല്ല, ചിലര് പറയും മറ്റവരെയൊക്കെ എല്ലാവരും അങ്ങ് വിളിക്കും. അതിനെ അവർ വിളിക്കുന്ന അവരുടെ ഇഷ്ടം പോലെ വാദ്യ ഉപകരണങ്ങളും ഉണ്ട്, കാര്യങ്ങളും ഉണ്ട്. കാണാനും അല്പം മെച്ചമുണ്ട്. അവർക്ക് നല്ല വണ്ടിയൊക്കെ ഉണ്ട്. വണ്ടിയിലൊക്കെ അവർ പോകുന്നത് ഞാൻ കാണുന്ന ഒരു സ്കൂട്ടറിന്റെ പുറകെ പമ്മി ഇരിക്കുക, ഓർഗൻ കുറുകെ വെച്ചിരിക്കുക. എതിരെ വണ്ടി വരുമ്പോൾ അവൻ. അപ്പൊ ചിലപ്പോൾ ഓർക്കും, എന്തിനാ ഇതെല്ലാം ഇങ്ങനെ എടുത്ത്. അയ്യോ എൻ്റെ സാംസ, നിന്നെപ്പറ്റി ദൈവത്തിന് വേറെ വിചാരമുണ്ട്. നിന്റെ വിചാരമല്ലെന്ന് ദൈവത്തിന്റെ വിചാരം. ഇന്ന് രാത്രിയിൽ ദൈവാത്മാവ് വചനത്തെ കൊണ്ട് ദൂത് പറയുകയാ. ഞാൻ ഈ ദൂത് പറയാൻ വന്നതല്ല. അദ്ദേഹം പ്രസംഗിച്ചപ്പോൾ എനിക്കൊരു നടത്തിപ്പ് കിട്ടി പറയുന്നതാ. ദൈവത്തിന്റെ മഹത്വം. നിന്റെ വിചാരമല്ലെന്ന് ദൈവത്തിന്റെ വിചാരം. നിന്റെ വഴിയുമല്ല ദൈവത്തിന്റെ വഴി. ഇന്ന് രാത്രി ദൈവത്തിന് നിന്നെപ്പറ്റി പദ്ധതിയുണ്ടെന്ന് ഈ രാത്രി ഏൽപ്പിച്ചുകൊണ്ടൊക്കെ സമർപ്പിക്ക്. ദൈവം നിനക്ക് വേണ്ടി വൻ കാര്യം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. അവൾ ഏദൻ തോട്ടത്തിൽ ആദമിനെയും ഹവ്വയെയും ദൈവമാക്കി ദൈവം കർക്കശമായ ഉപദേശം കൊടുത്തു. പ്രധാനമായിട്ട് ആദമിനോട് 4 കാര്യമാ പറഞ്ഞത്, ഇല്ലയോ? എന്തുവൊക്കെയാണ്? 4 കാര്യം.
തോട്ടത്തിൽ വേല ചെയ്യണം. വേണ്ടേ? ആ, പിന്നെ 2 ഇത് കാക്കണം. 3 അത് തന്നെയല്ലേ ഞാൻ പറഞ്ഞു. അതിമുതൽ കൻപേതരിച്ചോൻ നരകുലത്തെ ആണും പെണ്ണുമായി നിർമ്മിച്ചോ. അതിമുതൽ കൻപേതരിച്ചോൻ നരകുലത്തെ ആണും പെണ്ണുമായി നിർമ്മിച്ചോ. മണ്ണിനം വാഴുന്നരുൾ ചെയ്ത നീതി പരന്നാലും ഉരച്ചാൻ പെറ്റു പരുതി മണ്ണിനം വാഴുന്നരുൾ ചെയ്ത. എനിക്ക് പാട്ടൊന്നും അറിയത്തില്ല, പാടാൻ ഉള്ള കഴിവൊന്നും ഇല്ല. പാടുകല്ല പറയുക. ഇപ്പം 2 ദിവസമായിട്ട് ചുമയും ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് എടുത്ത് പാടാനും ബുദ്ധിമുട്ടാണ്. ഇന്നാളൊരമ്മ പറഞ്ഞ് പാടുകല്ല, 2 കൂടെ കിടന്ന് കാറുകാന്നാ പറഞ്ഞു. ആയിക്കോട്ടെ. പിന്നെ ഇത് നല്ല രാഗവുമാണ്, ആനന്ദ ഭൈരവിയാണ്. ആ, എന്തായാലും ആയിക്കോട്ടെ. അത് പറഞ്ഞൊരു ഉടക്കും. അപ്പൊ ശ്രദ്ധിക്കുക, 4 കാര്യം ദൈവം കർക്കശമായി പറഞ്ഞു. പ്രധാനമായിട്ട് അതിൽ പ്രധാനമായിട്ട് പറഞ്ഞ കാര്യത്തിൽ ഒന്നാ തോട്ടം കാക്കണം. ഈ കാക്കണം എന്ന് പറഞ്ഞപ്പോൾ ഓർക്കണം, ഈ തോട്ടത്തിനകത്ത് ആരോ കയറിപ്പറ്റാൻ സാധ്യത ഉണ്ട്. സ്തോത്രം. അതുകൊണ്ട് ആ കാക്കണം എന്ന് ദൈവം കൽപ്പന കൊടുത്തത്. അപ്പൊ ആരോ ഒരുത്തൻ ഇതിനകത്ത് കയറിപ്പറ്റാൻ പുറമെ ഇങ്ങനെ നടക്കുന്നുണ്ട്. സൂക്ഷിച്ചോണം. എന്തിനേറെ സൂക്ഷിച്ചില്ല. അവിടുത്തെ സിംഹാസനത്തിന് മേടിക്കൊണ്ടുവെക്കുമെന്നൊക്കെ പറഞ്ഞ് വെട്ടുകൊണ്ട് പോന്ന കക്ഷികളും പുള്ളിയുടെ ശിങ്കിടികളും ഒക്കെ ഇങ്ങനെ പരന്ന് നടക്കുക ഇതിനകത്തൊന്ന് കയറാൻ. സർവജ്ഞനായ ദൈവം തന്നെ സൃഷ്ടിക്കട്ട മണിമക്കുട്ടമായ ആനമനോട് പറഞ്ഞു, ആനമേ, അലസനായിട്ട് ഉദാസനതയുടെ ഉഴപ്പിത്തല്ല നിൽക്കരുത്, തോട്ടം കാത്തോണം. ക്ലിയറായിട്ട് എഴുതിയില്ലെങ്കിലും ആശയമനാ വെട്ടുകൊണ്ടവൻ വന്നിട്ടുണ്ട്. അവന്റെ ആഗ്രഹം ഇനി എല്ലാവരെയും വെട്ടണം. അവൻ വെട്ടുകൊണ്ടതുപോലെ എല്ലാവരെയും വെട്ടുകൊള്ളിക്കണം, അവൻ നശിപ്പിക്കണം. ആ ഉദ്ദേശത്തോടെ ഇങ്ങനെ പരതി നടക്കുന്നുണ്ട്. നീ തോട്ടം കാക്കണം. എന്തിനേറെ തോട്ടം കാത്തില്ല, പാമ്പ് തോട്ടത്തിൽ കയറി. ആമേൻ. കൊച്ചമ്മയുടെ അടുക്കൽ ആദ്യം വന്ന് പാമ്പിന് മനസ്സിലായി. കൊച്ചമ്മയോട് പറഞ്ഞാലേ പിന്നെ ചില വീടുകളിൽ അങ്ങനെ അച്ഛനോട് പറഞ്ഞാലും പറയാം, അവളോടും കൊണ്ടൊന്ന്. അവള് പറയാ, വേണ്ട അച്ഛാ. എന്നാ വേണ്ട കേട്ടോ. അവള് എല്ലാ വീടും അല്ല. അച്ഛാ മുമ്പേ വേണമെന്ന് പറഞ്ഞു. അമ്മ എന്നെ പുറകോട്ട് നോക്കിയത് ഞാൻ കണ്ട അമ്മ നോക്കുന്നതൊക്കെ. പിന്നെ അമ്മയുടെ കാര്യം അല്ലല്ലോ പറഞ്ഞ്. അപ്പൊ ശ്രദ്ധിക്കുക, ഇങ്ങനെ
ഈ പാമ്പ് തോട്ടത്തിൽ കയറി ചതിച്ചു, വിവരിക്കുന്നില്ല, ചതിച്ച് വഞ്ചിച്ച് ഒടുവിൽ പാപം ചെയ്യിപ്പിച്ചവരെ തോട്ടത്തിന് വെളിയിലാക്കി. അങ്ങനെ വെളിയിൽ വന്ന മനുഷ്യൻ ജീവിതം ആരംഭിച്ചു. ഒരു തലമുറ ഉണ്ടായി. പിന്നീട് കയീനും ഹാബേലും ജനിച്ചു. കയീൻ ഹാബേലിനെ കൊന്നു. ഹാബേലിന് പകരം ആദമിന് വേറൊരു സന്തതിയെ കൊടുത്തു, ശേത്ത്. ശേത്തിന് ഒരു മകൻ ജനിച്ചു, ഏനോശ്. ആ ഏനോശിൽ നിന്ന് പിന്നെയും തലമുറകൾ വർദ്ധിച്ച് മുമ്പോട്ട് വന്നു. അങ്ങനെ തലമുറ വർദ്ധിച്ച് നോഹയുടെ കാലം വന്നപ്പോൾ ദൈവം പറയുന്നൊരു പദമുണ്ട്, ഞാൻ എൻ്റെ സൃഷ്ടികടം മണിമകടമായി സൃഷ്ടിച്ച് നിർമ്മിച്ച മനുഷ്യൻ, എൻ്റെ ആത്മാവിനെ അവൻ്റെ മേൽ ഊതി ആശ്വാസം പകർന്ന് വളരെ അവൻ അത് ശ്രേഷ്ഠമായി സൃഷ്ടിച്ച ഈ മനുഷ്യൻ ഇപ്പോൾ ഈ മനുഷ്യരുടെ ഹൃദയ വിചാരം അത്ര നല്ലതല്ല. നിങ്ങളുടെ വിചാരങ്ങളല്ല എന്റെ വിചാരം. അപ്പോൾ ഇങ്ങനെ ദൈവത്തിന്റെ സൃഷ്ടികടം മണിമകടമായ മനുഷ്യന്റെ ഹൃദയ വിചാരം ഇപ്പൊ അത്ര നല്ലതല്ല. 6:5 വായിച്ചു. അയ്യോടി ഞാനത് പറയുമ്പോ എടുത്തു വെക്കണ്ടേ? പിന്നെ ഉൽപ്പത്തി അല്ലാതെ വേറെ എവിടെ അത് കിടക്കുന്നേ? ഉൽപ്പത്തി 6:5 വായിച്ചു. ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത വലിയതെന്നും അവന്റെ ഹൃദയ വിചാരങ്ങളുടെ നിരൂപണമൊക്കെയും എല്ലായ്പ്പോഴും ദോഷമുള്ളത്രയെന്നും ഏതൊരു നേരത്തും കുരുക്ക് ചിന്തിച്ചായിരിക്കുന്നത്. ഒരു 5 മിനിറ്റെങ്കിലും സൽചിന്തയോടിരിക്കണ്ടേ? ഇല്ല, മുഴുവൻ. ചിലരുടെ മോന്ത നോക്കുമ്പോൾ അറിയാം ഇവൻ കുരുക്കിന്റെ കേദാരമാണ്. അതെ അതെ അതെ. കറുപ്പിലും വെളുപ്പിലും ഒന്നും അല്ല കാര്യം. നിങ്ങൾ ഓർക്കുന്ന കറുപ്പും വെളുപ്പും ഒന്നും വിഷയമല്ല. ഇവിടെ ഇന്ത്യൻ പ്രസിഡന്റ് KR നാരായണന്റെ നിറം നിങ്ങൾക്കറിയാമായിരുന്നല്ലോ. പക്ഷേ ഞാൻ ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് എന്നെ ആരും വിളിക്കാത്ത. ഓ, നീ വിവരക്കേട് പറയുന്നതുകൊണ്ടാണ് വിളിക്കാത്തത്. നീ അകത്തിന്ന് നല്ല കാര്യങ്ങൾ അങ്ങോട്ട് ഇട്ട് കൊടുത്ത് നിന്നെ ആൾക്കാർ കൊത്തിക്കൊണ്ട്. സ്തോത്രം. ഞാൻ അധികം പറയുന്നില്ല. നിങ്ങൾ എന്നെ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുന്നു. കുടമുടുകളെളിയ പർവ്വതങ്ങളെ നിങ്ങൾ എന്നെ സ്പർദ്ധിച്ചു നോക്കുന്നത് എന്താ? അതുകൊണ്ട് ആ ഭാഗം എടുക്കുന്നില്ല. ഇവരുടെ ഹൃദയ വിചാരങ്ങള് നിരൂപണങ്ങള് എപ്പോഴും ദോഷമുള്ളതാ. വായിച്ചാൽ മാമി 5-ാം വാക്യം ഒന്നുകൂടെ. ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത വലിയതെന്നും ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത വലിയത് എന്നും അവന്റെ ഹൃദയ വിചാരങ്ങളുടെ നിരൂപണമൊക്കെയും എല്ലായ്പ്പോഴും ദോഷമുള്ളത്രയെന്ന് എല്ലായ്പ്പോഴും ദോഷമാണ്. ദൈവത്തിന് സ്തോത്രം. ഒരു കാര്യം ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നവരോട് പറയട്ടെ, നമ്മുടെ ഹൃദയത്തിൽ ആവശ്യമില്ലാത്ത വിചാരങ്ങളും ചിന്തകളും വരരുത്. എന്റെ ഭാഷ പറഞ്ഞാൽ നമ്മുടെ ഹൃദയം ദൈവവചനം കൊണ്ട് നിറയണം. ഒരു ദൈവ പൈതലിന്റെ ഹൃദയം ദൈവത്തിന്റെ വചനത്താൽ പൂരിതമായിരിക്കണം. സങ്കീർത്തനക്കാരൻ 45 നമുക്കറിയാം. എന്റെ ഹൃദയം ശുഭവചനത്താൽ കവിയുന്നു. എന്റെ കൃതി രാജാവിന് വേണ്ടിയുള്ളത്. എന്റെ നാവ് സമർത്ഥനായ ലേഖകന്റെ എടുത്തുപോലെ പോലെ. പ്രൈസ് ദി ലോർഡ്. എന്റെയും നിന്റെയും ഹൃദയം ദൈവത്തിന്റെ വചനം കൊണ്ട് നിറയണം. നീയും ആ ഗുരുക്കും കുഞ്ഞായ്മ ഉരുട്ടും പരട്ടും മറുപ്പും തിരിപ്പും വളപ്പും പൊളപ്പും വെച്ച് അകത്തിത് ചിന്തിച്ച് അസ്ഥിക്ക് ദ്രവത്വമാണ്. പക്ഷേ എനിക്ക് അസ്ഥിക്ക് തേയ്മാനമാണ്. ഈ കുരുക്ക് മുഴുവൻ ചിന്തിച്ചിരിക്കുകയല്ലേ? അകത്ത് നല്ല ചിന്തയോടിരിക്കേ. ഈ കൺവെൻഷന് വന്നവര് നല്ല ചിന്തയോടെ ഈ കൺവെൻഷൻ വിജയമാകും. അങ്ങനെ ചിന്തിക്കേ. ഇത് വന്നിരിക്കെ കൂടെ ഉള്ളവരും പറഞ്ഞത് ഇത് മിക്കവാറും പൊട്ടിപ്പോകാൻ സാധ്യത, എങ്ങനെ രക്ഷപ്പെടും? അവനും വന്ന് ഇരിക്കുക, കുത്തി ഇരിക്കുക, പൊരുന്നക്കോഴി ഇരിക്കും പോലെ. എന്നാലും ഹൃദയത്തിനകത്ത് ചിന്തിക്കുന്നത് ഇത് വിജയിക്കുമെന്ന് തോന്നുന്നില്ല. ഒന്ന് വേറൊരുത്തം ചിന്തിക്കുക, ഇന്നിപ്പോൾ ഇച്ചിരി ആൾ വന്നത് കാവാലം വന്നതുകൊണ്ടാണ്. നാളെ മുതൽ മിക്കവാറും ആള് ഇവനിരിക്കുന്നത് ഗുണമാകുമോ? സ്തോത്രം. നീ വിശ്വാസത്തോടെ നല്ല ചിന്തയോടിരിക്കേ. ഈ കൺവെൻഷൻ വിജയിക്കും. ആത്മാക്കൾ രക്ഷിക്കപ്പെടും. കുടുംബങ്ങൾ വിടുതൽ പ്രാപിക്കും. വരുന്ന ദിവസങ്ങളിൽ ദൈവദാസന്മാരെ ഉപയോഗിക്കും. ദൈവപ്രവർത്തികളുടെ വെളിപ്പെടും. യേശുവിന്റെ നാമം ഉയർത്തപ്പെടും. പാപികൾ മാനസാന്തരപ്പെടും. ഇവിടെ വരുന്ന രോഗികൾ സൗഖ്യമാകും. ബന്ധനസ്ഥർ വിടുതൽ പ്രാപിക്കും. ഇവിടെ അത്ഭുതങ്ങൾ നടക്കും. കുരുടര് കാണും, ചെകിടര് കേൾക്കും, മുടന്തര് നടക്കും, ഊമര് സംസാരിക്കും. ദൈവം അത്ഭുതം ചെയ്യും.
സ്തോത്രം. ഇത് എപ്പോഴും ഹൃദയ വിചാരം ദോഷമാണ്. അടുത്ത പ്രാവശ്യം തന്നെ ഞാൻ സെക്രട്ടറി ആക്കുകയല്ല, കൺവെൻഷൻ ഇരിക്കുക. നീ ഇരുന്ന് ഇനി നീ ഇരുന്ന് വാഴാന്ന്. ഇങ്ങോട്ട് വന്നത് അവരുടെ വണ്ടിയല്ല, ഞാനിനി അങ്ങോട്ട് ആ വണ്ടിയെ നടന്നാലും ഞാൻ അവരുടെ വണ്ടിയെ നിങ്ങൾക്ക് മനസ്സിലാകാഴിയൊന്നുമല്ല. എല്ലാപ്പോഴും ഹൃദയ വിചാരം ദോഷമുള്ള, അത് പാടില്ല. നല്ല ചിന്തയോടിരിക്കണം. ഹൃദയം എല്ലാത്തിനേക്കാളും കപടമുള്ളതാ. അത് ആരാഞ്ഞിറങ്ങുന്നവൻ ദൈവമാണ്. നമ്മുടെ ഹൃദയം അവൻ നല്ല ഹൃദയമായിരിക്കണം, ശുദ്ധ ഹൃദയം. ആസാഫ് പാടിയ ആ പാട്ട് നമുക്കറിയാം, 73-ാം സങ്കീർത്തനം. അമ്മാമ്മ വായിച്ചോ? എല്ലാവർക്കും അറിയാവുന്ന, എന്നാലും അമ്മാമ്മ വായിക്കാനാണല്ലോ ഇവിടെ വന്നിരിക്കുന്നത്. സ്തോത്രം കൊണ്ട് അമ്മാമ്മ വായിക്കും. 73:1 സ്പീഡ് വലിച്ച പുസ്തകം കീറരുത്. ദൈവം ഇസ്രായേലിനും നിർമ്മല ഹൃദയമുള്ളവർക്കും തന്നെ, ദൈവം ഇസ്രായേലിന് നിർമ്മല ഹൃദയമുള്ളവർക്ക് തന്നെ നല്ലവനാകുന്നു. നിർമ്മല ഹൃദയമുള്ളവർക്ക് ദൈവം നല്ലവനാണ്. ദോഷം ചിന്തിച്ചിരിക്കരുത്. ഹൃദയത്തിനകത്ത് ദോഷമൊന്നും ചിന്തിക്കരുത്. ഹൃദയത്തിനകത്ത് നിർമ്മല ഹൃദയത്തോടെ സൽചിന്തയോടിരിക്കുന്ന നിനക്ക് ദൈവം നല്ലവനാണ്. നിർമ്മല ഹൃദയന്മാർക്കൻ ദൈവം എന്നാൽ നല്ലവനതിനൊരു വാദം. നിർമ്മല ഹൃദയന്മാർക്കൻ ദൈവം എന്നാൽ നല്ലവനതിനൊരു വാദം. എന്നാൽ ദുർമതികൾ സൂക്ഷികളും അതിലിട്ട് ഉള്ളം തീരതുല്യം. അപ്പൊ ശ്രദ്ധിക്കുക, എല്ലായ്പ്പോഴും ഇവരുടെ ഹൃദയ വിചാരം ദോഷമുള്ളതാണ്. ഞാൻ ദൈവമക്കളോടൊരു കാര്യം അനുഭവത്തിൽ നിന്നും വചനത്തെയും കൂടെ ചേർത്ത് പറയാം. നിനക്ക് വിരോധമായിട്ട് ദോഷം നിരൂപിക്കുന്ന പലര് കാണും. നിനക്ക് വിരോധമായിട്ട് കരുക്കൾ നീക്കുന്ന പലര് കാണും. നിനക്ക് വിരോധമായി നാശം നിരൂപിക്കുന്ന പലര് കാണും. പക്ഷെ അതൊന്നും നമ്മൾ ചിന്തിക്കണ്ട, നമ്മളതിന് മറുകൃതിയും ചിന്തിക്കണ്ട. അവൻ നമ്മുടെ ഹൃദയം ദൈവത്തിന്റെ വചനം കൊണ്ട് നിറയണം. സ്തോത്രം. ഒരു നേരം ഭക്ഷണം കഴിക്കാനൊത്തില്ലെങ്കിലും തിരുവചനം വായിക്കുന്നത് മുടക്കരുത്. കുഞ്ഞുങ്ങൾക്കെല്ലാം ദൈവവചനം പറഞ്ഞു കൊടുക്കണം. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഹൃദയം ദൈവത്തിന്റെ വചനം കൊണ്ട് നിറയ്ക്കണം. വേണ്ടേ? പിന്നെ എടാ, നല്ല വീട് തരുമ്പോ ആ വീട്ടിനകത്ത് വാക്യം എഴുതി ഒട്ടിക്കുകയോ എഴുതുകയോ ചെയ്യണം. ഇത് വീട്ടിനകത്ത് പുലിയുടെ പടം. കൊച്ചന് ഒരു 5 വയസ്സ് കഴിയുമ്പം പുള്ളിപ്പുലി പോലെ നിൽക്കുക. ബെഡ്റൂമിൽ കൊണ്ടുവച്ചേക്കുന്ന 2 പൂച്ചയുടെ ഫോട്ടോ. എപ്പോഴും വെച്ച ഫോട്ടോ ഏതാ? പൂച്ച പുറകോട്ടായി ഓർത്തോണം, പേടിച്ചു പോവുമല്ല. നിന്റെ കുന്തം. എടാ, നിന്റെ ബെഡ്റൂമിലും നിന്റെ വിസിറ്റിംഗ് റൂമിലും ആമൻ സ്വന്തം വീടിനകത്തെല്ലാം ദൈവവചനം എഴുതണം. അടുക്കളക്കകത്ത് വചനം എഴുതി വെക്കാൻ. ഇതൊന്നും ആരും അംഗീകരിക്കുകയല്ലെന്ന് എനിക്കറിയാം. സ്തോത്രം, സ്തോത്രം. അടുക്കളത്തൊക്കെ വാക്യം എഴുതി വെക്കുന്ന നീതിമാന്റെ സന്തതി അപ്പ വരയ്ക്കുന്നത് അക്കൗണ്ട് എഴുതി വെക്കാൻ. സ്തോത്രം. ഇഷ്ടംപോലെ വാക്യമില്ലേ? ഞാന് കുറ്റം പറയല്ല, തെറ്റിദ്ധരിക്കരുത്. കൃത്യം വാക്യമല്ല എഴുതി വെക്കുന്നത് TPM-കാരാ.
എങ്ങോട്ട് നോക്കിയാലും അതെല്ലാം നല്ല കുറുക്കി കൊള്ളുന്ന വാക്യം. അതൊന്നും പോയി കാണുകയില്ല, മനസ്സിലാക്കുകയില്ല. നമ്മൾ ആ കൂടെ എഴുതി വെക്കുന്ന യഹോവ എന്നോട് വാദിക്കുന്നവരോട് വാദിക്കണം. നമ്മൾ വാദിക്കാൻ നിൽക്കുക. എന്നെ ചെയ്യാൻ? അയ്യോ, വീട്ടിനകത്ത് ദൈവവചനം എഴുതി വെക്കണം. നിനക്ക് ദൈവം വീട് തന്നു, ചുറ്റും. ഞാൻ ഇന്ന് രാവിലെ വചനം ധ്യാനിച്ചപ്പോൾ ഓർത്തു, ചുറ്റും മതിലൊക്കെ പണിയല്ലോ, ആ മതിലെല്ലാം വാക്യം എഴുതി വെക്കണം. അല്ലാതെ അലങ്കാരന്റെ പരസ്യവും പിന്നെ ഈ കൊമ്പ് വെച്ചോറണം ഉണ്ടല്ലോ, ഒനീട. ഒരുത്തൻ വീട്ടിലോട്ട് വരുമ്പോ കൊമ്പ് വെച്ച 2 എണ്ണം ഭിത്തിയ. എടാ, ദൈവം നിനക്ക് വീട് തരട്ടെ, എല്ലാവർക്കും നല്ല വീട് തരട്ടെ, നല്ല മതിലുമൊക്കെ കെട്ടിക്കോ, അവിടെ വചനം എഴുതി വെക്കണം. നിങ്ങളാണ്ട 27-ാം അധ്യായത്തിന് ഒന്ന് വായിച്ചേ, ആവർത്തന പുസ്തകം 27-ൽ ഒന്ന് വായിച്ചേ, പെട്ടെന്ന് വായിച്ചു. അമ്മാമ ഇന്ന് വാക്യം വായിച്ചു ഊപ്പാട് വരും. ഏതായാലും ഇവിടെ കയറിയിരിക്കുക. എന്നാൽ ഇന്ന് വാക്യം വായിപ്പിച്ച് 27-ൽ 1 മുതൽ വായിച്ചേ, പെട്ടെന്ന് വായിച്ചു. മൈക്കിൽ കൂടെ വായിക്കണം, വേറെ ആരും വായിക്കണ്ട, കാരണം മൈക്ക് വായിച്ചോ 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 വായിച്ചോ. മോശ ഇസ്രായേൽ മൂപ്പന്മാരോടുകൂടെ ജനത്തോട് കൽപ്പിച്ചതെന്നാൽ, മോശ ഇസ്രായേൽ മൂപ്പന്മാരോടുകൂടെ ജനത്തോട് കൽപ്പിച്ചത് എന്തെന്നാൽ, ഞാൻ ഇന്ന് നിങ്ങളോട് ആജ്ഞാപിക്കുന്ന, ശ്രദ്ധിച്ചേ, ഞാൻ ഇന്ന് നിങ്ങളോട് ആജ്ഞാപിക്കുന്ന സകല കൽപ്പനകളും പ്രമാണിപ്പീൻ. സകല കൽപ്പനകളും പ്രമാണിപ്പീൻ. പിന്നെ നിങ്ങൾ യോർദാൻ കടന്ന് നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്തെത്തുന്ന ദിവസം, നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്ത് എത്തിയ ശേഷമല്ല, എത്തിക്കഴിഞ്ഞ് നീ വലിയ കല്ലുകൾ നാട്ടി, നീ വലിയ കല്ല് നാട്ടണം. വലിയ കല്ല് നാട്ടി അവയ്ക്ക് കുമ്മായം തേക്കണം. കല്ല് കുമ്മായം അടിക്കണം. എന്ത് കൃത്യം വേണ്ട. വലിയ കല്ല് നാട്ടി കല്ല് കുമ്മായം അടിക്കണം. അല്ലാതെ അതിനകത്ത് പായലും പൂപ്പലും അല്ല. ആമേൻ, പ്രൈസ് ദി ലോർഡ്. എടാ, വീടും പരിസരവും വൃത്തിയാക്കണമെന്ന് വേണ്ടേ? 82 പെയിന്റ് അടിച്ചതാ. ഇനി പെയിന്റ് അടിക്കണമെങ്കിൽ ചെറുക്കൻ്റെ കല്യാണം വരണം. അവൻ കല്യാണം കഴിക്കുമോ എന്നുള്ളത് ഇപ്പം നീ ദേശത്ത് വന്നേച്ച് വലിയ കല്ല് നാട്ടണം. കല്ല് നാട്ടേച്ച് കുമ്മായം അടിക്കണം. ഒന്നുകൂടെ വായിക്കാൻ മാമേ. നിന്റെ പിതാക്കന്മാരുടെ വാക്യം ഒന്നുകൂടെ വായിക്കാൻ. അമ്മാമ ഇന്ന് വാക്യം വായിച്ചു കോടെ. ഞാനത് വാക്യം കരുതി കൂട്ടി തരും. ചടികടാന്ന് വായിച്ചോണം. എന്റെ കൂടെ പിടിക്കാൻ നിന്നോണം. ദൈവം അനുഗ്രഹിക്കട്ടെ. വായിര്. മോശ ഇസ്രായേൽ മൂപ്പന്മാരോട് കൂടെ ജനത്തോട് കൽപ്പിച്ചതെന്നാൽ, ഞാൻ ഇന്ന് നിങ്ങളോട് ആജ്ഞാപിക്കുന്ന സകല കൽപ്പനകളും പ്രമാണിപ്പീൻ. നിങ്ങൾ യോർദാൻ കടന്ന് നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്തെത്തുന്ന ദിവസം, ഈ എത്തുന്ന ദിവസം, പുതിയ ദേശത്ത് എത്തുന്ന ദിവസം, നീ വലിയ കല്ല് നാട്ടി അവയ്ക്ക് കുമ്മായം തേക്കണം. അതിൽ കുമ്മായം അടിക്കണം. കുമ്മായം അടിച്ചു ചുമ്മാ ഇരിക്കരുത്. അടുത്ത വാക്യം, നിന്റെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവ നിനക്ക് വാഗ്ദത്തം ചെയ്തതുപോലെ, നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശമായി പാലും തേനും ഒഴുകുന്ന ദേശത്ത് ചെല്ലുവാൻ കടന്ന ശേഷം നീ ഈ ന്യായപ്രമാണത്തിന്റെ വചനങ്ങളെല്ലാം അവയിൽ എഴുതണം. ആ കുമ്മായം വെച്ച കല്ലേൽ എഴുതണം. കല്ലുകൊണ്ട് നാട്ടിയേച്ച് ആ കല്ലെടുത്ത് ചാക്കോച്ചനെ തലയടിച്ച് പൊട്ടിക്കുകയല്ല. ഈ കല്ലെടുത്ത് കൂട്ടു സഹോദരനെ ഇടിച്ചു കൊല്ലാനല്ല. ഈ കല്ലെടുത്ത് മറ്റവന്റെ പള്ള നോക്കി എറിയാനല്ല. ഈ കല്ലിൽ കുമ്മായം തേച്ചേച്ച് നിന്നോട് പറഞ്ഞ വചനമല്ല എഴുതണം. ഇന്ന് രാത്രി തീരുമാനമെടുക്കുക. നിന്റെ ബെഡ്റൂമിനകത്തും കിച്ചണിനകത്തും വിസിറ്റിംഗ് റൂമിലും ഒക്കെ വാക്യം എഴുതി വെക്ക. ഇനി എഴുതാനൊക്കെ എന്തെങ്കിലും വാക്യം കിട്ടുമല്ലോ. കാശ് ഉണ്ടെങ്കിൽ, സാഹചര്യം ഉണ്ടെങ്കിൽ മേടിച്ച് വെക്ക. ആ വീടിന്റെ പുറത്തു വെക്ക. അങ്ങോട്ട് വാക്യം എഴുതി വെക്ക. എടേ, വചനം കാണുമ്പോ തന്നെ വിടുതലല്ലേ? വചനത്തിന് ശക്തിയുണ്ട്. ഈ വചനം എഴുതി വെക്കുന്നതിന് ഒരു അനുഗ്രഹമാണ്. ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി. നമ്മുടെ ഹൃദയം ദൈവവചനം കൊണ്ട് നിറയണമെന്ന്. എനിക്ക് പരകനിയരുളുമതിനൊന്നി രചിച്ചു സുരപുരമതിരനാൽ. എനിക്ക് പരകതി അരുളുമതിനൊന്നി രചിച്ചു സുരപുരമതിരനാൽ. എനിക്ക് പരകതി
അരുളുവതിനൊന്നി ത്യജിച്ചു സുരപുരമതിരൻ. എനിക്കു പരഗതി അരുളുവതിനൊന്നി ത്യജിച്ചു സുരപുരമതിരനാൽ. ദരിദ്രനകം ധന സമൃദ്ധി ലഭിക്കുക ദരിദ്ര നിലയില മരിച്ചു നീ. ദരിദ്രനകം ധന സമൃദ്ധി ലഭിക്കുക ദരിദ്ര നിലയില മരിച്ചു നീ. സ്നേഹപൂരിത ജീവനാഥ, സ്നേഹപൂരിത ജീവനാഥ. കരമുയർത്ത് ദൈവത്തിന് മഹത്വം കൊടുക്കുക. അപ്പൊ ശ്രദ്ധിക്കുക, നമ്മുടെ ഹൃദയത്തിനകത്ത് ദൈവവചനം കൊണ്ട് നിറയണം. ഞാൻ എന്നെയും കൂടെ പ്രതിയാക്കിയാ പറഞ്ഞത്. ഉപദേശിമാരോടൊക്കെ ഞാൻ പറയാറുണ്ട്, വേറെ പുസ്തകം നന്നായിട്ട് വായിച്ചു പഠിച്ചോണം. സ്തോത്രം. വിജയടിച്ച് കല്യാണ സമയത്തും വിവാഹ ശുശ്രൂഷയ്ക്ക് 45 വായിക്കുമ്പോഴും മരണ വീട്ടിൽ 90 വായിക്കുമ്പോഴും പിന്നെ കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 15 വാക്യങ്ങൾ വായിക്കുമ്പോഴൊക്കെ തെറ്റരുത്. ചിലരങ്ങ് ചുമ്മാ തെറ്റിക്കുക. പാടൂര് TCOS ഉള്ളപ്പോഴായിരുന്നു സ്തോത്രം ഒരാൾ വായിച്ചു, ഞാൻ എപ്പസോസ് വെച്ച് മൃദംഗ യുദ്ധം ചെയ്തെന്ന്. പുള്ളി എഴുന്നേറ്റ് പറഞ്ഞു, നീ അവിടെ ഇരുന്നോ, തബലയൊക്കെ കാണും, നീ അവിടെ ഇരിക്കാൻ പറഞ്ഞു. മൃദംഗം മാത്രമല്ല പിന്നെ പുള്ളി അങ്ങനെയൊക്കെ പറയുമായിരുന്നു. പുള്ളി അന്നേരം സമയത്ത് പറയും. പുള്ളി പറയട്ടെ തെക്കോട്ട് തന്നെ പിന്നെ പാടി നടക്കാതെ വേറെ ഉത്തം വായിക്കാൻ പറയും. ചുമ്മാ കടലയും കുറിച്ച് മാടക്കടയുടെ പോയി കടലയുടെ തൊലിയെല്ലാം കീറിയുടെ അറ്റത്തും. വേറെ ഉത്തം വായിക്കണ്ടേ? പുള്ളി അങ്ങനെയൊക്കെ അന്നേരം കുറിക്കുള്ള വർത്താനം പുള്ളി പറയും. ചിലക്ക് ഇഷ്ടമല്ല, എന്നാലും പുള്ളി പറയും. ഒരിക്കലും പുള്ളി ഇരിക്കുന്ന യോഗത്തിലാണ് പറഞ്ഞത്, അഭിഷേകം പ്രായക്കാത്തെല്ലാം കൂടെ മുന്നോട്ട് വരാം. അപ്പൊ പുള്ളി ചോദിച്ചു, അതിനെ പുറകെ ഇരുന്ന കിട്ടാത്ത സാധനമാണോ എന്ന്. പുറകെ ഇരിക്കുന്നവർക്ക് അങ്ങനെയൊക്കെ പുള്ളി കുറിക്കുള്ള വർത്താനം പറയും. എന്നാലും ഒരു കാര്യം പറയാ, നമ്മുടെ ഹൃദയം ദൈവവചനം കൊണ്ട് നിറയണം. ആവശ്യമില്ലാത്ത ഒരു ചിന്തയും ദോഷമൊന്നും നിരൂപിക്കരുത്. അവിടെ വായിക്കുന്ന മനുഷ്യന്റെ ഹൃദയ വിചാരം എല്ലപ്പോഴും ദോഷമുള്ളതെന്ന് വായിച്ചു. അമ്മാമ്മ 6:5 ഒന്നുകൂടെ വായിച്ചു. അമ്മാമ്മ ഇതെല്ലാം മടക്കി വെച്ച് എങ്ങോട്ട് പോവുക? വായിക്ക 6:5 ഉൽപ്പത്തി 6:5. നമ്മൾ തുടങ്ങുന്നതേ ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത വലിയതെന്നും അവന്റെ ഹൃദയ വിചാരങ്ങളുടെ നിരൂപണമൊക്കെയും എല്ലായ്പ്പോഴും ദോഷമുള്ളതത്രയെന്നും. നമ്മുടെ ഹൃദയം ദൈവത്തിന്റെ വചനം കൊണ്ട് നിറയണം. സൽചിന്തയോടെ വേണം യോഗത്തിനിരിക്കാനും പോകാനും വരാനും. ഹൃദയത്തിനകത്ത് ആവശ്യമില്ലാത്ത ഒരു ചിന്തയും കാണരുത്. പ്രൈസ് ദി ലോർഡ്. നമ്മളെ നന്നായിട്ട് ശോധന ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. അതിലെ 139-ാം സങ്കീർത്തനത്തിന്റെ 23-ാമത്തെ വാക്യം എടുത്ത് നമുക്കറിവുള്ള വാക്യം എന്തായാലും ഒന്ന് വായിച്ചോ. 139-ാമത്തെ സങ്കീർത്തനത്തിന്റെ 23-ാമത്തെ തിരുവെടുത്ത് വായിച്ചേ. ദൈവമേ എന്നെ ശോധന ചെയ്ത് എന്റെ ഹൃദയത്തെ അറിയണമേ. എന്റെ ഹൃദയത്തെ അറിയണം. ഹൃദയത്തിനകത്ത് ദോഷമാണോ വിചാരിച്ചിരിക്കുന്നത്, നാശക്കൊള്ളി വിചാരിച്ചുകൊണ്ടിരിക്കുകയാണോ എന്നൊന്ന് അറിയണമെന്ന് സങ്കീർത്തനക്കാരൻ ദൈവത്തോട് പറയുക. ദൈവമേ എന്റെ ഹൃദയത്തെ എന്നെ ശോധന ചെയ്തു എന്റെ ഹൃദയത്തെ അറിയണമേ. എന്റെ ഹൃദയത്തെ അറിയണം. പിന്നെ എന്നെ പരീക്ഷിച്ച് എന്റെ നിലവുകളെ അറിയണമേ. അറിയണം. അതധികം വിവരിക്കുന്നില്ല. നമ്മുടെ ഹൃദയത്തിനകത്ത് സൽചിന്തയോടിരിക്കണം. നമ്മുടെ വിചാരമല്ല ദൈവത്തിന്റെ വിചാരം, നമ്മുടെ വഴിയുമല്ല ദൈവത്തിന്റെ വഴി. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, നമുക്ക് പലർക്കും പല വിചാരങ്ങളുണ്ട്. ഇന്ന് രാത്രി പലരും പല വിചാരത്തോടിരിക്കുക. പക്ഷേ എൻ്റെ കാലം കഴിഞ്ഞാൽ ഞങ്ങളുടെ പിള്ളേര് രക്ഷപ്പെടുമെന്ന് തോന്നുന്നില്ല. അത് നിന്റെ അബദ്ധചിന്തയാ. നിന്റെ സന്തതിക്ക് ഒരു ദോഷവും വരികയില്ല. പക്ഷേ ഈ അസുഖം മാറുമെന്ന് തോന്നുന്നില്ല. ഇത് എന്നെയും കൊണ്ട് അത് നിന്നെയും കൊണ്ട് പോകും. കാരണം നിന്റെ നാവിൽ നിന്ന് ഇറങ്ങിയത്, നിന്റെ നാവിൽ നിന്ന് തന്നെയാ വന്നത്. നിന്നെയും കൊണ്ട് ഇനി കൊച്ചിൻ്റെ കല്യാണം നടക്കുമെന്ന് ചുമ്മാ ഈ വിഡിത്തമൊക്കെ പറഞ്ഞിരിക്കാതെ നീ വിശ്വാസത്തിന്റെ വാക്ക് പറ. ഇനി ഞങ്ങളുടെ സഭയിൽ ആൾക്കാർ വരുമോന്ന് എങ്ങനെയുണ്ട്?
പിന്നെ എന്തിനാ ഞാൻ വെള്ളിയാഴ്ച ഇന്ന് കൊട്ടുന്നത്? ടുണ്ടുണ്ടുണ്ടും ടുണ്ടുണ്ടുണ്ടും. ഇവിടെ വിശ്വാസത്തിന്റെ വാക്ക് പറ. നമ്മുടെ വിചാരമല്ല ദൈവത്തിന്റെ വിചാരം, നിന്റെ വഴിയുമല്ല ദൈവത്തിന്റെ വഴി. അപ്പൊ നമ്മുടെ വിചാരങ്ങൾക്ക് അപ്പുറമാണ് നമ്മെ പറ്റി ദൈവത്തിന്റെ വിചാരങ്ങൾ. ഈ യോസേപ്പിനെ പറ്റി അപ്പന്റെ വിചാരം ഒരു ചെറിയ വിചാരമായിരുന്നു. ആ 37:14 വായിച്ചേ അമ്മാമേ. ഉൽപ്പത്തി പുസ്തകം 37:14 വായിച്ചോ. അപ്പന്റെ വിചാരം എന്നായിരുന്നെന്ന്. അവൻ അവനോട്, നീ ചെന്ന് നിന്റെ സഹോദരന്മാർക്ക് സുഖം തന്നെയോ, ആടുകൾ നന്നായിരിക്കുന്നുവോ എന്ന് നോക്കി വന്ന് വസ്തുത അറിയിക്കണമെന്ന് പറഞ്ഞ് ഹെബ്രോൻ താഴ്വരയിൽ അവനെ അയച്ചു. അപ്പന്റെ വിചാരം ഇതായിരുന്നു യോസേപ്പിനെ പറ്റി. ഒന്നുകൂടെ വായിച്ചോ 14 വാക്യം. അവൻ അവനോട് ഏതാ? അപ്പനാകുന്ന യാക്കോബ് തന്റെ മകനാകുന്ന യോസേപ്പിനോട് പറയുക. അവനോട് നീ ചെന്ന് നിന്റെ സഹോദരന്മാർക്ക് സുഖം തന്നെയോ, നീ ചെന്ന് നിന്റെ സഹോദരന്മാർക്ക് സുഖം തന്നെയോ എന്ന്, ആടുകൾ നന്നായിരിക്കുന്നുവോ എന്ന് നോക്കി. ആടുകളൊക്കെ നന്നായിട്ടിരിക്കുന്നോ? പോച്ചയുണ്ടോ? വെള്ളമുണ്ടോ? പുഷ്ടിയുണ്ടോ? എങ്ങനുണ്ട്? ആടിന് എണ്ണത്തിൽ കുറവുണ്ടോ? അതോ എങ്ങനത്തെ ആടുകൾ? അതൊക്കെ ഒന്ന് നോക്കി വന്നു വസ്തുത അറിയിക്കണമെന്ന് തിരിച്ചു വന്ന് വസ്തുത അറിയിക്കണം. ഇതാണ് അപ്പന് യോസേപ്പിനെ പറ്റിയുള്ള വിചാരം. എന്ന് പറഞ്ഞാൽ ചേട്ടന്മാരുടെ പോകുക, തിരിച്ചു വരിക, ചേട്ടന്മാരുടെ ക്ഷേമാന്വേഷണങ്ങളൊക്കെ അറിയുക, അവർക്ക് എന്തെങ്കിലും ചാപ്പാട് കൊടുക്കാനുണ്ടെ കൊണ്ട് കൊടുക്കുക. ഇവന്മാരെല്ലാം നല്ല പൊന്നുമോന്മാരാ. ആരാ? ചേട്ടായിമാര് എല്ലാം നല്ല. അയ്യോ, വല്ല പണ്ട് ഒരുത്തൻ നടന്നു പോയപ്പോൾ ഒരുത്തൻ ചോദിച്ചു, അച്ഛാണ്ട് അവനെ അറിയാവോന്ന് ചോദിച്ചില്ല. അവൻ കാട്ടാനയ്ക്ക് ലാട പഠിക്കുന്നവനാണ്. കാട്ടാനയ്ക്ക് ലാട പഠിക്കുന്നത് കുതിരയും കാളയൊക്കെ 4 കാലിലും കൂച്ചിക്കെട്ടിയിട്ട് ആ ലാട പഠിക്കുന്നത്. ഇവൻ കൊമ്പനാനെ ഒറ്റയ്ക്ക് അവനെ വെച്ചോണ്ടാണ് നമ്മൾ 23-ാം സങ്കീർത്തനം യഹോവ എൻ്റെ ഇടയനാകുന്ന എനിക്ക് കാട്ടാനയ്ക്ക് ലാട പഠിക്കുന്നവൻ. ഈ ചേട്ടന്മാര് വലിയ പൊന്നു മക്കളാ. സ്തോത്രം. എല്ലാം നല്ല കലാപുരി പോലുള്ളതാ. രൂപേൻ അവനാന്നെ ഒരു സ്ഥിരതയൊന്നും ഉള്ളവനല്ല. വെള്ളം പോലെ സ്ഥിരതയൊന്നുമില്ല. അവൻ യോഗത്തിന് ഇങ്ങോട്ട് വന്നപ്പോൾ ആ പാർട്ടിയുടെ പരിപാടിയുണ്ട്. അവൻ കുഞ്ഞമ്മേ നീ ബൈബിൾ വായിട്ട് പോ, ഞാൻ അങ്ങനെ കൊണ്ട് സഭ വളരുമോ? അമ്മാമ്മ സത്യം പറ അമ്മാമ്മേ, ഇവൻ സഭ വന്ന സഭവല്ലോ. സ്തോത്രം. കലോത്സവത്തിന് മോളെ ഭരതനാട്യം പഠിപ്പിക്കാൻ വിട്ടു. അത് കഴിഞ്ഞ് അവള് സഭയിൽ വന്ന് സൺഡേ സ്കൂളിന് 23-ാം സങ്കീർത്തനം. പിന്നെ അത് കഴിഞ്ഞപ്പോൾ അവള് പറഞ്ഞു സ്പെഷ്യൽ പ്രോഗ്രാം. എന്താ സ്പെഷ്യൽ പ്രോഗ്രാം, ആക്ഷൻ സോങ്. ആ ഭരതനാട്യത്തിൻ്റെ ഒരു ചെറിയ വകഭേദം. മനസ്സിലായോ? ആട്ടെ, ഞാൻ അധികം വിവരിക്കുന്നില്ല. നമ്മുടെ വിചാരമല്ല ദൈവത്തിന്റെ വിചാരം. അപ്പനാകുന്ന യാക്കോബ് വിചാരിച്ചത് ഇത്രേ ഉള്ളൂ. യോസേപ്പ് ഇങ്ങനെ ചേട്ടന്മാരുടെ പോകുക, വിവരം അറിയുക, ആ കാര്യങ്ങൾ വന്ന് തിരിച്ചു പറയുക, ഇതൊക്കെ ഇങ്ങനെയൊക്കെ മതി എന്ന് ആ ചേട്ടന്മാരുടെ വിചാരം. പക്ഷേ ദൈവത്തിന് ചേട്ടന്മാർ ഒന്നുകൊന്നൊക്കെ മെച്ചമുള്ള പുള്ളിക്കാരാ. ഒന്നുകൊന്നൊക്കെ വലിയ തന്ത്രശാലികളും സൂത്രശാലികളാ. അതാ രൂപൻ. ഇവൻ സ്ഥിരതയുള്ളവനല്ല, വെള്ളം പോലെ തുളുമ്പുന്നവനാ. പിന്നെ ശിമിയോനും ലേവിയും ഇവന്മാര് ഗുണ്ടകളാ. ശിമിയോനും ലേവി പെന്തിക്കോസിലാകുന്ന ഇവൻ ഗുണ്ടയാ. അപ്പന്റെ അനുമാനമില്ലാതെ വടിവാള് പെടുത്ത് ചേട്ടനും അനിയനും കൂടെ പോയി ശേഖം പൗരന്മാരെ വെട്ടി രാത്രി പോയി അടിച്ച് തൂത്ത് കളഞ്ഞു. സ്തോത്രം. അവനാ നമ്മൾ തിരുമേശ കൊടുക്കുന്നത് എടുക്കണം. അവന്റെ അന്നാനത്തെ ആ ഇരിപ്പൊക്കെ കാണും. എലി വിഷം തിന്നുന്നത് പോലെ. നമ്മൾ ഓർക്ക് ഇവൻ നല്ല ഇവനെ പോലെ ഈ ടൈപ്പ് സാധനമാണ്. സ്തോത്രം. പിന്നെ യഹൂദ അതൊരു ബാലസിംഹമാണ്. ഇര പിടിച്ചിങ്ങനെ കിടക്കുക. അവനിടയ്ക്ക് മുരടും. സമയം അല്പം മുമ്പോട്ട് പോയാൽ ഇവൻ പിന്നെ മുരടും. അങ്ങനെയുള്ള ആൾക്കാരുണ്ട് യഹൂദയിൽ. സഭായോ എന്നുള്ള 1 മണി എന്നുള്ളത് ഒരു 1:05 ആകുമ്പോൾ ഇവൻ പയ്യെ മുരടും. ബൈബിളിന്റെ സിപ്പിട്ട് കാണിക്കും. കണ്ണയിരിക്കുന്ന കണ്ണട എടുത്ത് മടക്കും. മുരടുകായിരുന്നു.
എന്ന് വെച്ചപ്പോൾ ക്ലോക്കയിലൊന്ന് നോക്കും, ക്ലോക്കയിൽ നോക്കി ചവിട്ടി ഇരുന്നവന്റെ പെമ്പളെ ഒന്ന് നോക്കും. ഓരോ ടൈപ്പാണ് ഇതെല്ലാം. അപ്പൊ ഇങ്ങനെയുള്ള സാധനങ്ങളായി ചേട്ടായിമാരല്ല. ഇവരുടെ ക്ഷേമം അന്വേഷിക്കാൻ അപ്പൻ യോസേഫിനോട് പറഞ്ഞു, നീ പോയി ജ്യേഷ്ഠന്മാരുടെ ക്ഷേമം സുഖമായിട്ടിരിക്കുന്നോ, ആടുകള് എങ്ങനെ ഉണ്ട്, ഇതൊക്കെ ഒന്ന് അന്വേഷിച്ച് നിന്റെ ശുശ്രൂഷ ഇത്രയോ ഉള്ളു. അത് അപ്പന്റെ വിചാരം. നീ ഇങ്ങനെ ചേട്ടന്മാർക്ക് അവർ ശുശ്രൂഷിക്കും, വെള്ളം എടുത്തു കൊടുക്കണം, കസേര വലിച്ചിട്ട് കൊടുക്കണം, പിന്നെ അവരുടെ ജിബ്ബ വല്ലതും ചുരുങ്ങിയിരിക്കാൻ ഒന്ന് വലിച്ച് ഇട്ട് കൊടുക്കണം. അതൊക്കെ തെറ്റാന്നല്ല. ബാഗ് എടുത്തോണ്ട് പുറകെ നടക്കണം, വണ്ടിയെ കയറുമ്പോൾ ഡോർ തുറന്നു കൊടുക്കണം. സ്തോത്രം, അത് തെറ്റാന്നല്ല, നല്ലതാണ്. സ്തോത്രം. അങ്ങനെയൊക്കെ ചെയ്തോ, കുഴപ്പമൊന്നുമില്ല. ആദിമ പിതാക്കന്മാരാകുന്ന കർത്താവിന്റെ ദാസന്മാരെ ശുശ്രൂഷിച്ച അനേക ദൈവദാസന്മാരുണ്ട്. അവർക്ക് ദോഷമൊന്നും വന്നിട്ടില്ല, സന്തതിക്കും ദോഷം വന്നിട്ടില്ല. പക്ഷെ അപ്പന്റെ വിചാരം നീ ഇങ്ങനെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി നടന്നാ മതി എന്ന അപ്പന്റെ വിചാരം. പക്ഷേ യോസേഫിനെ പറ്റി ദൈവത്തിന് വേറെ വിചാരം. നിന്റെ വിചാരമല്ല, ദൈവത്തിന്റെ വിചാരം. എന്താ എല്ലാം വിവരിക്കുന്നല്ല. യോസേഫിനെ പറ്റി ദൈവത്തിന്റെ വിചാരം വായിച്ചേ അമ്മാമേ. 45-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം വായിച്ചേ. 45-7 പെട്ടെന്ന് വായിച്ചാട്ടെ. യോസേഫിനെ പറ്റി ദൈവത്തിന്റെ വിചാരം എങ്ങനായിരുന്നു? വായിച്ചേ. ഭൂമിയിൽ നിങ്ങൾക്ക് സന്തതി ശേഷിപ്പിക്കേണ്ടതിനും വലിയൊരു രക്ഷയാൽ നിങ്ങളുടെ ജീവനെ രക്ഷിക്കേണ്ടതിനും ദൈവം എന്നെ നിങ്ങൾക്ക് മുമ്പേ അയച്ചിരിക്കുന്നു. ആകിയാൽ നിങ്ങളല്ല, ദൈവം അത്ര എന്നെ അവിടെ അയച്ചത്. അവൻ എന്നെ പറവോന് പിതാവും. അപ്പൊ ശ്രദ്ധിക്കുക, യോസേഫിനെ പറ്റി അപ്പന്റെ വിചാരം ഇത്രയൊക്കെ ഉള്ളൂ. പക്ഷെ യോസേഫിനെ പറ്റി ദൈവത്തിന്റെ വിചാരം മറ്റൊന്നായിരുന്നു. നമ്മുടെ വിചാരമല്ല, ദൈവത്തിന്റെ വിചാരം. യോസേഫ് പറയുക, ഇവിടെ ചേട്ടന്മാര് മിസ്രൈമിൽ വന്ന് യോസേഫിനെ കണ്ടു. ആദ്യം കണ്ടിട്ട് കാണാത്ത ഭാവത്ത് യോസേഫ് നിന്നു, അറിയാത്ത ഭാവത്ത് നിന്നു. യുവമാര് 10 കൂടെ വന്ന് പൊത്തോന്നും പറഞ്ഞ് യോസേഫിന്റെ മുന്നിൽ വീണു. യോസേഫ് പറഞ്ഞു, എഴുന്നേക്ക്. ഇല്ല കുറച്ചുകൂടെ കിടന്നേച്ച് എഴുന്നേക്ക് പോലും. ആ പണ്ടത്തെ സ്വപ്നം നിറവ് എടുക്കുക. തന്റെ കാറ്റ് എഴുന്നേറ്റ് നിൽക്കുകയും. ഉടനെ യോസേഫ് ചോദിച്ചു, എവിടുന്നാ വരുന്നേ? ഉണ്ണയന്മാർ നമ്മുടെ ശൈലി, പെന്തിക്കോസ് ശൈലി. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കനാൻ ദേശത്തിന്റെ പ്രദേശത്ത് നിന്ന് ഹാലേലൂയ ഈ മിസ്രൈമിന്റെ പ്രദേശത്ത് വരുവാൻ തക്കവണ്ണം ഹാലേലൂയ ഇടയായി. ഹാലേലൂയ, നന്ദിയോടെ സ്തോത്രം. ഗ്ലോറി ടു ഗോഡ്. ഇത്ര നീട്ടണ്ട ഒരു കാര്യം ഇവന്മാർ ചീലിച്ച് വെച്ചിരിക്കുക. ഹാലേലൂയ. പണ്ട് ഇങ്ങനെ തള്ള ഹാലേലൂയ പറഞ്ഞ് തിരിഞ്ഞു പോയി ഇരുന്നപ്പം വേറെ തള്ളയുടെ തലയിലോട്ടായിപ്പോയി. സഭ രണ്ടായെന്ന്. മറ്റേ തള്ള പറഞ്ഞ അവള് മനഃപൂർവ്വം എൻ്റെ തലേ, അവര് മനഃപൂർവ്വം ഇരുന്നതല്ല. ഉണർവ് കയറി പറഞ്ഞപ്പോ തള്ള അങ്ങ് തിരിഞ്ഞു പോയി ഇരുന്ന് കണ്ണടച്ചല്ലേ പറയുന്നത്, ഒന്നും നോക്കുന്നില്ലല്ലോ. മറ്റേ തള്ള പറഞ്ഞ അവള് അല്ലേലും അവക്ക് എന്നോട് വൈരാഗ്യം. ആ തള്ള വേറെ സഭയിൽ പോയി. ഉണ്ടോ പോതൊക്കെടക്കെ. അപ്പൊ ശ്രദ്ധിക്കുക, ഇവര് ഇങ്ങനെ പറഞ്ഞ് ഞങ്ങൾ ഒരു അപ്പന്റെ മക്കളാണ്, 12 പേരുണ്ട്. ഇപ്പൊ ഞങ്ങൾ 10 പേര് വന്നിട്ടുണ്ട്. 2 പേര് ഇപ്പൊ ഞങ്ങളുടെ കൂടെ ഇല്ല. ഒരുത്തൻ അപ്പച്ചന്റെ അടുക്കലുണ്ട്, ഒരു പുള്ളി ഇപ്പൊ ഇല്ലെന്ന്. ആരുടെ മുഖത്ത് നോക്കിയാ പറഞ്ഞേ? അവൻ കമ്പിവടി പോലെ നിൽക്കുക. അവന്റെ മുഖത്ത് നോക്കി ഒരു സങ്കോചവും കൂടാതെ പറയും ഇപ്പൊ ഇല്ലെന്ന്. അന്നേരം യോസേഫ് പുറത്തിടാ, പട്ടിണി കൊണ്ട് അങ്ങേയറ്റം പറ്റിയിട്ട് ഇവന്റെ ഒന്നും സ്വഭാവത്തിന് പണ്ട് വാര്യര് പാടി, പട്ടിണി കൊണ്ടു മെലിഞ്ഞ പണ്ഡിതനു കുശസ്ഥൽ. പഠിച്ചല്ലേ? കൊടുകൈ ഞാനും പഠിച്ചതാണ്. ഇപ്പൊ ഞാൻ എത്ര വരെ പഠിച്ചെന്ന് മനസ്സിലായിരുന്നു. പട്ടിണി കൊണ്ടു മെലിഞ്ഞ പണ്ഡിതനു കുശസ്ഥലി പട്ടണം കണ്ടപ്പോഴേ വിശപ്പുണ്ടാകോ പോയി. അപ്പൊ ശ്രദ്ധിക്കുക, സമയം എന്തോ കാണാനും എന്നാ നിർത്താല്ലേ? നിർത്തട്ടെ? വേറെ നമ്മുടെ ആ ചെറുക്കൻ വന്നത് ഗുണമായെന്ന് ഒരാൾ പറഞ്ഞ പോലെ
അപ്പൊ ശ്രദ്ധിച്ചേ, നമ്മുടെ വിചാരമല്ല ദൈവത്തിന്റെ വിചാരം. ചേട്ടന്മാര് പറയാ ഒരുത്തൻ ഇപ്പം ഇല്ല. അപ്പൊ യോസേപ്പിന്റെ അകത്ത് ഇത്രയും അങ്ങേയറ്റം പറ്റിയിട്ട് ഇവന്റെ ഒന്നും പ്രകൃതിക്കൊരു, അപ്പൊ യോസേപ്പിന് മനസ്സിലായി ഇവനെ ഒന്നും അങ്ങനെ വിട്ടാൽ. യോസേപ്പ് പരുക്കനായിട്ട് ഇടപെട്ടു. നിങ്ങൾ എവിടുന്നാ വരുന്നത്? ഞങ്ങൾ കനാൻ ദേശത്തിന്റെ യജമാനെ. എത്ര പേരുണ്ട്? ഞങ്ങൾ 12 മക്കളാണ്. എല്ലാവരും പെന്തിക്കോസുകാരാ. ഓ, ഇവനെ ആദ്യം സ്നാനപ്പെട്ട. ഓ, ഇവൻ വെള്ളത്തിൽ വെച്ച് അഭിഷേകം പ്രാപിച്ചവനാ. ഇവന് ശുശ്രൂഷയ്ക്കൊക്കെ പോകുന്നവനാ യജമാനെ. ഓ, ഇവൻ ഈയിടെയും അമേരിക്ക എല്ലാം പര്യടനം ചെയ്തിട്ട്. ഞങ്ങൾക്കൊരു പെങ്ങളുണ്ട്, അവള് ലേഡീസിന്റെ LM-ന്റെ. അവള് പണ്ടൊരു പോക്ക് പോയത്, അത് പോട്ടെ. ചുരുക്കി പറഞ്ഞ യോസേപ്പിനോട് ഇവർ പറഞ്ഞപ്പോ യോസേപ്പിന് മനസ്സിലായി ഇവന്മാര് ശരിയായിട്ടില്ലല്ലോ. അപ്പൊ യോസേപ്പ് പരുക്കനായിട്ട് ഇടപെട്ടു. എന്തിനേറെ പരുക്കനായിട്ട് അങ്ങോട്ട് ഇടപെട്ട് സ്തോത്രം. അവര് യോസേപ്പിന്റെ അടുക്കലാ വന്ന് ധാന്യം കൊള്ളാൻ വന്നത്. അതിന്റെ കാരണം എന്നാന്ന് പറയാം. യോസേപ്പ് ആരാ? യോസേപ്പ് 42-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യത്തിൽ 5-6 വാക്യത്തിൽ വായിക്കുന്നത് യോസേപ്പ് ദേശത്തിന് അധിപതിയായിരുന്ന. ആ വാക്യം വായിച്ച അമ്മാമേ താഴെ തന്നെ കിടപ്പുണ്ട്. യോസേപ്പ് വായിച്ചേ. അങ്ങനെ ധാന്യം കൊള്ളുവാൻ വന്നവഴിയിൽ ഇസ്രായേലിന്റെ പുത്രന്മാരും വന്നു. കനാൻ ദേശത്തും ക്ഷാമമുണ്ടായിരുന്നുവല്ലോ. യോസേപ്പ് ദേശത്തിന് അധിപതിയായിരുന്നു. യോസേപ്പ് ദേശത്തിന് അധിപതിയാ. കണ്ടോ എന്ന് പറഞ്ഞാൽ യോസേപ്പാണ് സകലത്തിന്റെ അധിപതി. ഇന്ന് രാത്രി ഒരു കാര്യം പറയാം, നല്ല യോസേപ്പാകുന്ന യേശുക്രിസ്തുവാണ് സകലത്തിന്റെ അധിപതി. ഈ കാണുന്ന സകല ചരാചരങ്ങളെ അണ്ടകടാകത്തെയും കാണുന്നതിനെ മുഴുവൻ നിയന്ത്രിക്കുന്നവൻ നല്ല യോസേപ്പാകുന്ന യേശു. ആ ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല, സകലതും അവനുളവാക്കി, അവനായിട്ട് ഉളവാക്കി. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, നല്ല യോസേപ്പാകുന്ന യേശുക്രിസ്തു അവനാണ് സകലത്തിന്റെ അധിപതി. പ്രൈസ് ദി ലോർഡ്. അവന്റെ അടുക്കലായി ഇവര് വന്നേക്കുന്നത്. യേശുക്രിസ്തുവാണ് സകലത്തെ നിയന്ത്രിക്കുന്നവൻ. അവിടുന്ന് പ്രകൃതിയുടെ മേൽ ശക്തിയുള്ളവനാ, അധികാരമുള്ളവനാ, രോഗത്തിന്റെ മേൽ അധികാരമുള്ളവനാ, പാപത്തിന്റെ മേൽ അധികാരമുള്ളവനാ, അവൻ ശാപദോഷങ്ങളുടെ മേൽ അധികാരമുള്ളവൻ. സകലത്തെയും ഭരിക്കുന്ന, നിയന്ത്രിക്കുന്ന, അവൻ അത് ചരിപ്പിക്കുന്ന ഒരുവനെ ഉള്ളൂ, അത് നസറയനാകുന്ന യേശു. അപ്പൊ യോസേപ്പിന് മനസ്സിലായി ഇവന്മാര് ശരിയായില്ല. എന്തിനേറെ പിന്നത്തെ ഭാഗമൊന്നും ഞാൻ വ്യാഖ്യാനിക്കുന്നില്ല. ഒടുവിൽ യോസേപ്പിന്റെ വീട്ടിൽ ഇവരെ കൊണ്ടുപോയി. ഒടുവിൽ യോസേപ്പ് തന്നെത്താൻ വെളിപ്പെടുത്തി കെട്ടിപ്പിടിച്ച് മുത്തമിട്ടൊക്കെ പൊട്ടിക്കരഞ്ഞതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. അറക്കകത്ത് പോയി കരഞ്ഞു ഇവന്മാര് കാണാതെ. ഒടുവിൽ ഇവന്മാര് വെപ്രാളപ്പെട്ട് ഭയവികലരായി ആകെ അന്തം വിട്ടിരുന്നപ്പോൾ യോസേപ്പ് പറയുന്ന ഭാഗമാ 45-ന്റെ 7-ാം വാക്യം നമ്മൾ വായിച്ചത്. വായിച്ചേ അമ്മാമ ഒന്നുകൂടെ. ദൈവത്തിന് സ്തോത്രം. യോസേപ്പ് പറയുന്നത് വായിച്ചേ പെട്ടെന്ന്. ഭൂമിയിൽ നിങ്ങൾക്ക് സന്തതി ശേഷിച്ചിരിക്കേണ്ടത്. അതിന്റെ 5 മുതൽ വായിച്ചു. എന്നെ ഇവിടെ വിറ്റത് കൊണ്ട് നിങ്ങൾ വ്യസനിക്കേണ്ട. എന്നെ ഇവിടെ വിറ്റത് കൊണ്ട് നിങ്ങൾ ആരും വ്യസനിക്കേണ്ട. അപ്പന്റെ വിചാരം ഇങ്ങനെ ന്യൂസ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടു കൊടുക്കുക, ചാപ്പാട് കൊണ്ടു കൊടുക്കുക, ആടിന് വണ്ണമുണ്ടോ തൂക്കമുണ്ടോ, കണ്ടിക്കാറായോ കത്രിക്കാറായോ നോക്കി, ഇതൊക്കെ അപ്പന്റെ വിചാരം. പക്ഷേ ദൈവത്തിന്റെ വിചാരം മറ്റൊന്നാ. എന്തുവായിരുന്നു ദൈവത്തിന്റെ വിചാരം? അതാ ഇവിടെ പറയുന്നത്. വായിര്. എന്നെ ഇവിടെ വിറ്റത് കൊണ്ട് നിങ്ങൾ വ്യസനിക്കേണ്ട, വിഷാദിക്കുകയും വേണ്ട. വിഷാദിക്കൊന്നും വേണ്ട. ജീവരക്ഷയ്ക്കായി ദൈവം എന്നെ നിങ്ങൾക്ക് മുമ്പേ അയച്ചതാ. ജീവരക്ഷയ്ക്കായി നിങ്ങൾക്ക് മുമ്പേ ദൈവം എന്നെ ഇവിടെ അയച്ചു. പിന്നെ ദേശത്ത് ക്ഷാമമുണ്ടായിട്ട് ഇപ്പോൾ 2 സംവത്സരമായി. ഇപ്പൊ 2 വർഷം കഴിയുന്നു. അടുത്തത് ഉഴവും കൊയ്ത്തുമില്ലാത്ത, വിതയും കൊയ്ത്തുമില്ലാത്ത 5 സംവത്സരം. ഇനി 5 പുറകെ വരുന്നുണ്ട്. ഇനിയുമുണ്ട്. ഭൂമിയിൽ നിങ്ങൾക്ക് സന്തതി ശേഷിപ്പിക്കേണ്ടതിന് വലിയൊരു രക്ഷയാൽ നിങ്ങളുടെ ജീവനെ രക്ഷിക്കേണ്ടതിന് ദൈവം എന്നെ നിങ്ങൾക്ക് മുമ്പായിട്ട് ഇവിടെ അയച്ചു. അപ്പന്റെ വിചാരം തന്നെ പിന്നെ പാടി നടക്കുന്നത്. പക്ഷെ ദൈവത്തിന്റെ വിചാരം അനേകർക്ക് രക്ഷ വരുത്തുവാൻ, അനേകരെ രക്ഷിക്കുവാൻ, അനേകരെ വിടുവിക്കുവാൻ ദൈവം യോസേപ്പിനെ ഉപയോഗിച്ചു. ഇന്ന് രാത്രി
ലോകത്തിന് രക്ഷ യേശു ക്രിസ്തുവിൽ കൂടി മറ്റൊരുത്തനും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ഒരേ ഒരു മാർഗം, ഒരേ ഒരു വഴി, യേശു ക്രിസ്തുവിൽ വിശ്വസിക്ക്, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. അനേകരുടെ ജീവരക്ഷയ്ക്ക് ദൈവം എന്നെ ഇവിടെ ദൈവം അയച്ചെന്നാ പറഞ്ഞത്. ദൈവം അയച്ചത് എങ്ങനാ? എന്തെല്ലാം പ്രശ്നത്തിൽ കൂടാ ദൈവം. 105 സങ്കീർത്തനത്തിന്റെ 17 വാക്യം മുതൽ വായിച്ചു. സങ്കീർത്തനം 105 17 മുതൽ ദൈവം അയച്ചത് എങ്ങനെയാന്ന് പെട്ടെന്ന് വായിച്ചു. സമയം പോകുന്നു, നമുക്കെല്ലാം പോകേണ്ടതാ. താളെല്ലാം കീറിയല്ലോ. എന്നാ അത് കയ്യിലെടുത്തങ്ങ് വായിച്ചു ഒരു താള്. അവൻ നമ്മുടെ ദൈവമായ യഹോവയാകുന്നു. 105 17 താളങ്ങ് കയ്യിലെടുക്കാം. ഇതെല്ലാം അവർക്ക് മുമ്പായി അവൻ ഒരാളെ അയച്ചു. അവർക്ക് മുമ്പായിട്ട് അവൻ ഒരാളെ അയച്ചു. യോസേഫിനെ അവർ ദാസനായി വിറ്റു. യോസേഫിനെ അവർ ദാസനായിട്ട് വിറ്റു. യഹോവയുടെ വചനം നിവർത്തിയാകുകയും, യഹോവയുടെ വചനം നിവർത്തിയാകുകയും അവന്റെ അരുളപ്പാടിനാൽ അവന്റെ ശോധന വരികയും ചെയ്യുവോളം അവർ അവന്റെ കാലുകളെ വിലങ്ങ് കൊണ്ട് ബന്ധിപ്പിക്കുകയും. ദൈവം അയച്ച വിധങ്ങളാ ബന്ധനം, വിലങ്ങ്, ശോധന, പോരാട്ടം. ഇങ്ങനെയൊക്കെയാ ദൈവം ചിലരെ അയക്കുന്നത്. ചില ശോധനയ്ക്കകത്തൂടെ നീ പോകും, ദൈവം നിന്നെ തള്ളിക്കളയല്ല. ചില ചങ്ങലയാൽ നിന്നെ ബന്ധിക്കും. വ്യക്തികൾ ബന്ധിക്കാം, ജീവിതങ്ങൾ ബന്ധിക്കാം, പക്ഷേ തകർത്ത് കളയാനല്ല. എന്നും കുന്നും ചങ്ങലയെ കടക്കാൻ ദൈവം അനുവദിക്കത്തുമില്ല. നിന്റെ കെട്ടിനെ പൊട്ടിക്കുന്നൊരു ദൈവമുണ്ട്. ആ നിരപരാധിയാകുന്ന യോസേഫിന്റെ കയ്യിൽ വിലങ്ങുമൊക്കെ ഇട്ട് അങ്ങോട്ട് കൊണ്ടുപോയപ്പോൾ സകല ആൾക്കാർ ഓർത്തു ഇനി ഇതിന് മോചനം ഉണ്ടാകത്തില്ല. എന്നാൽ ദൈവം തമ്പുരാൻ ഇവന്റെ ബന്ധനത്തെ അടിച്ചു. നിന്റെ ബന്ധനങ്ങളെ അടിക്കുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ കെട്ടുകളെ പൊട്ടിക്കുന്ന ഒരു ദൈവമുണ്ട്. നിന്നെ രക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. എന്നും കുന്നും കാരാഗ്രഹത്തിൽ കിടക്കാൻ ദൈവം അനുവദിക്കത്തില്ല. കുണ്ടറയിൽ നിന്ന് നിന്നെ പുറത്തിറക്കുന്ന ഒരു ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ദീർഘമാക്കുന്നില്ല, പെട്ടെന്ന് അങ്ങ് പറഞ്ഞ് നിർത്താം. അതേ ഒക്കുമ്പോൾ ഇന്ന് വിശദീകരിച്ച് പോയാൽ വെളുക്കോളം ഞാൻ നിൽക്കും. നിങ്ങൾ ഈ രീതിയിലായിരിക്കുന്നെങ്കിൽ ഞാൻ നിൽക്കുകയും ചെയ്യും. സ്തോത്രം. അതുകൊണ്ട് ഞാൻ അങ്ങ് അടങ്ങുക. ദൈവത്തിന്റെ മഹത്വം. അപ്പൊ അപ്പന്റെ വിചാരം ഏതാ? വിവരം അറിഞ്ഞിങ്ങനെ വരിക. പക്ഷെ ദൈവത്തിന്റെ വിചാരം അനേകർക്ക് രക്ഷ വരുത്തുക, ഇവനെ പ്രത്യേക സ്ഥാനം കൊടുക്കുവാൻ. നമ്മുടെ വിചാരമല്ല ദൈവത്തിന്റെ വിചാരം. 1-2 വാക്യം കൂടെ പെട്ടെന്ന് അമ്മാമ വായിച്ച് സഹായിക്കണേ. ശമൂവേലിന്റെ 1-ാം പുസ്തകം 9-ാം അധ്യായത്തിന്റെ 3 വായിച്ചേ. ആമേൻ. അപ്പന്റെ വിചാരം അല്ലെങ്കിൽ തന്റെ വിചാരം എന്തുവായിരുന്നത്? ശമൂവേലിന്റെ 1-ാം പുസ്തകം നമുക്ക് അറിവുള്ള വാക്യമാ. 9-ന്റെ 3-ാം വാക്യം വായിച്ചേ. പെട്ടെന്ന് വായിച്ചോ, നമുക്ക് പോണം. 9-ന്റെ 3. ശൗലിന്റെ അപ്പനായ കീശിന്റെ കഴുതകൾ കാണാതെ പോയിരുന്നു. ശൗലിന്റെ അപ്പനാകുന്ന കീശിന്റെ കഴുതകൾ കാണാതെ പോയിരുന്നു. കീശ് തന്റെ മകനായ കീശ് തന്റെ മകനാകുന്ന ശൗലിനോട് നീ ഒരു പൃഥ്വിനെയും കൂട്ടിക്കൊണ്ട് ചെന്ന് കഴുതകളെ അന്വേഷിക്ക എന്ന് പറഞ്ഞു. കഴുതനെ. അപ്പൊ അപ്പന്റെ വിചാരം ഇവനെ കഴുത അന്വേഷിക്കാന് കൊള്ളുമ്പോൾ. കഴുത എന്ന് പറയുന്നത് തന്നെ പ്രമാണം വെച്ച് നോക്കിയാൽ അത്ര നല്ല ഒരു മൃഗം അല്ല. സ്തോത്രം. ഇത് ശാപമൃഗമാണ്. തന്നെയല്ല, ഇതിന്റെ പെടൽ ഒടുവിൽ ഓടിക്കുകയേ ഉള്ളൂ. ഇനി ആരെയും ഒരു കഴുതയെ രക്ഷിക്കണമെങ്കിൽ പകരം ആട്ടിൻകുട്ടിയെ കൊടുക്കണം. ഈ കഴുതയെ അന്വേഷിക്കാൻ അപ്പൻ കീശ് മകൻ ശൗലിനെ പറഞ്ഞു വിട്ടു. അപ്പൊ അപ്പന്റെ വിചാരം, അപ്പന്റെ ചിന്ത കഴുതയെ നോക്കാനും കഴുതയെ അന്വേഷിക്കാനും ഒക്കെ ഇവനെ കൊള്ളുവോളെന്നായിരിക്കാം. ഏതായാലും ദൈവത്തിന്റെ വിചാരം വേറൊന്നാണ്. ഇവൻ കഴുതകളെ തേടി പോയെങ്കിലും ഇവനെ പറ്റി ദൈവത്തിന്റെ വിചാരം, നമ്മുടെ വിചാരമല്ലല്ലോ ദൈവത്തിന്റെ വിചാരം. ദൈവത്തിന്റെ വിചാരം വിവരിക്കുന്നില്ല, പറഞ്ഞങ്ങ് നിർത്താൻ. ദൈവത്തിന്റെ വിചാരം എന്തുവായിരുന്നു? വായിച്ചേ. 10-ാം അധ്യായത്തിന്റെ 1-2 വാക്യം പെട്ടെന്ന് വായിച്ചു. അപ്പോൾ ശമൂവേൽ തൈലപാത്രം എടുത്ത് അവന്റെ തലയിലൊഴിച്ചു അവനെ ചുംബിച്ചു പറഞ്ഞത്, യഹോവ തന്റെ അവകാശത്തിന് പ്രഭുവായി നിന്റെ അഭിഷേകം ചെയ്തിരിക്കുന്നു. നീ ഇന്ന് എന്നെ പിരിഞ്ഞു പോകുമ്പോൾ ബെന്യാമിന്റെ അതിരിങ്കിലെ സെൽഹയിൻ റാഹേലിന്റെ കല്ലറക്കൽ വെച്ച് രണ്ടാളെ കാണും. പിന്നെ നീ അന്വേഷിപ്പാൻ പുറപ്പെട്ടു പോന്ന കഴുതകളെ കണ്ടുകിട്ടിയിരിക്കുന്നു. നിന്റെ അപ്പൻ കഴുതകളെ കുറിച്ച് ചിന്ത വിട്ടു. എന്റെ മകന് വേണ്ടി ഞാൻ എന്ത് ചെയ്യേണ്ടി? അപ്പന്റെ വിചാരം ഇവൻ കഴുതയെ തിരക്കാൻ കൊള്ളാം. കഴുത അപ്പന്റെ വിചാരവും അപ്പന്റെ ചിന്തയും. കഴുതയെ അന്വേഷിക്കാനേ ഇവനെ കൊള്ളു. പക്ഷെ ഇവനെ പറ്റി ദൈവത്തിന്റെ വിചാരം മറ്റൊന്നാ.
കഴുതകളെ അന്വേഷിക്കാനാ പറഞ്ഞു വിട്ടെങ്കിലും ഇവൻ കൃപയാൽ അവൻ ശമൂവേലിന്റെ ഭവനത്തിലെത്തി. ദാൻ മുതൽ ബേർശേബ വരെ ശമൂവേൽ ദൈവത്തിന്റെ പ്രവാചകനാ. അവൻ രണ്ടതിരുകളാ. ദാൻ മുതൽ ബേർശേബ വരെ അവിടുത്തെ പ്രവാചകനാ ശമൂവേൽ. കഴുതകളെ കാണാതെ വന്നപ്പോൾ ഭൃത്യനും അവൻ ഇവിടെ സംസാരിച്ചു. അവൻ നമുക്ക് ഭൃത്യം പറഞ്ഞു, ഇവിടെ ശമൂവേലച്ചാന്റെ അടുക്ക പോകാം, പ്രാർത്ഥിച്ചു പുള്ളി ദൂത് പറയും. അങ്ങനെ കഴുതകളെ തേടിപ്പോയി. എന്തിനേറെ ശമൂവേലിന്റെ അടുക്ക ചെന്ന് ദൂതും വാചനവും ഒക്കെ കേട്ട് അന്ന് രാത്രി അവിടെ വിശ്രമിച്ചു. പിറ്റേന്ന് ഭൃത്യനും ശൗലും കൂടെ മുൻപോട്ട് പോയപ്പോൾ ശമൂവേൽ വന്ന് പറയുക, ഭൃത്യനോട് മുമ്പേ പോകാൻ പറയുക, നീ അവിടെ നിൽക്ക്, എനിക്ക് നിന്നോട് ദൂത് പറയാനുണ്ട്. അതെന്താന്ന് ചോദിച്ചാൽ വേർപാടിനെ കാണിക്കുന്നതാ. ഭൃത്യനോട് മുമ്പേ പോകാൻ പറ, നീ നിക്ക്. ദൈവമക്കൾ വേർപാട് പാലിക്കണം. ഭൃത്യനുമായിട്ട് അവൻ കൂട്ടിക്കൊടഞ്ഞാൽ ദൈവം ഇടപെടത്തില്ല. ദൈവമക്കൾ വേർപാട് പാലിക്കാൻ. ഇത് സകല കേസിനകത്ത് നിന്ന് തലയിടും. എന്നിട്ട് കർത്താവേ സംസാരിക്കണമേ, ശക്തമായി വ്യക്തമായി. ഇത് വേർപാട് പാലിക്കണ്ടേ? ക്രിസ്തുമസങ്ങൾക്ക് നിന്നേച്ചാ വന്നിരിക്കുന്നത്. ചിലത് നക്ഷത്രം തൂക്കിയോന്ന് ആർക്കറിയാം? ഒരാൾ പറഞ്ഞു നക്ഷത്രം കണ്ടെന്ന് കണ്ട് അത്യന്തം സന്തോഷിച്ചതാണ്. ആയിക്കോട്ടെ, ചുമല തൊപ്പിയൊക്കെ വെച്ച് ബന്ധിക്കോസുകാരും ഉണ്ട്. ഇപ്പം ഞാൻ തമാശ പറഞ്ഞതല്ല. പാട്ടുമൊക്കെ നല്ല പാട്ടുകളാണ്. ആയിക്കോട്ടെ, ഞാൻ ഒന്നും പറയുന്നില്ല. വേർപാട് പാലിക്കണം. അല്ല, ഭൃത്യനോട് മുമ്പേ പോകാൻ പറ, നീ അവിടെ നിൽക്കേ, എനിക്ക് നിന്നോട് ദൂത് പറയാനുണ്ട്. അങ്ങനെ ദൂത് പറയാനുണ്ട്. അപ്പോൾ ശമൂവേൽ തൈലപാത്രത്തിലെ തൈലം അവന്റെ ശിരസിൽ കൊണ്ട് ഒടിച്ചേച്ച് പറയുകയാണ്, അവകാശത്തിന്റെ പ്രഭുവായി അഭിഷേകം ചെയ്തിരിക്കുന്നു. അപ്പന്റെ വിചാരം കഴുതയെ തേടി പോകണമെന്ന, പക്ഷെ ദൈവത്തിന്റെ വിചാരം ഇവൻ ജനത്തിന്റെ പ്രഭുവാകണമെന്ന. നിന്റെ വിചാരമല്ല ദൈവത്തിന്റെ വിചാരം, നിന്റെ വിചാരമല്ല ദൈവത്തിന്റെ വിചാരം. ഇതൊക്കെ നിന്ന് പ്രസംഗിക്കേണ്ട ഭാഗമാണ്. ഞാൻ അധികം വ്യാഖ്യാനിക്കുന്നില്ല. നീ എന്നെ പിരിഞ്ഞിന്ന് ബെന്യാമിന്റെ അതിരിക്കൽ സെൽസകിൽ റാഗേലിന്റെ കല്ലറക്കരികെ ചെല്ലുമ്പോൾ രണ്ടാളെ കാണും. ദൈവത്തിന്റെ ആത്മാവ് നിന്റെ മേൽ വരും. നീ ആള് മാറിയവനെ പോലാകും, പ്രവചിക്കും. അപ്പോൾ നിനക്ക് യുദ്ധം എന്ന് തോന്നുന്നത് ചെയ്യണം. അതൊന്നും വിവരിക്കുന്നില്ല. നമ്മുടെ വിചാരമല്ല ദൈവത്തിന്റെ വിചാരം. യോസേപ്പിനെ പറ്റി അപ്പന്റെ വിചാരം ഒന്ന്, ദൈവത്തിന്റെ വിചാരം മറ്റൊന്ന്. അവൻ ശൗലിനെ പറ്റി കീശിന്റെ വിചാരം ഒന്ന്, അവനെ പറ്റി ദൈവത്തിന്റെ വിചാരം മറ്റൊന്ന്. ഞാനൊരു 10-15 പോയിന്റ് കുറിച്ച് വെച്ചിട്ടുണ്ട്, പക്ഷെ ഒക്കത്തില്ല. ഒന്നുകൂടെ പറഞ്ഞ് ഒന്നുകൂടെ പറയാം. 3 എന്നുള്ളൊരു കണക്കല്ലേ? സ്തോത്രം. നമ്മുടെ വിചാരമല്ല ദൈവത്തിന്റെ വിചാരം. വായിച്ചേമാമേ 19:4. ഏത് 19 എന്നായിരിക്കും? രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 19:4. അത് വായിച്ചു നിർത്തിയ 19:4. അതാ രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 19:4. താനോ എന്നോടാണോ? അല്ലല്ലോ, വായിച്ചോ, നന്നായിട്ട് വായിച്ചോ. താനോ മരുഭൂമിയിൽ ഒരു ദിവസത്തെ വഴി ചെന്ന് ഒരു ചൂരച്ചെടിയുടെ തണലിലിരുന്നു മരിപ്പാനിച്ചു. താനോ മരുഭൂമിയിൽ ഒരു ദിവസത്തെ വഴി ചെന്ന് ഒരു ചൂരച്ചെടിയുടെ കീഴിൽ ഇരുന്ന് മരിപ്പാനിച്ചു നടക്കുന്ന വിചാരം. ഇനി ചത്താ മതി, അതാ പുള്ളിയുടെ വിചാരം. ഞാൻ ഒത്തിരി ശുശ്രൂഷകള് ചെയ്യും. ദീർഘവർഷങ്ങളായി ഞാൻ റാന്നിയും ഇതിന്റെ പ്രാന്തപ്രദേശങ്ങളിലൊക്കെ, പിന്നെ ചേത്തക്കല്, ഇടമണ്ണ, ഇടമുറി, ഉന്നത്താനി, കൊടമുരുട്ടി, അത്തിക്കയം, പൊന്തമ്പുഴ, മുക്കട, പ്ലാച്ചേരി, കരിയംപ്ലാവ്, റാന്നി, ഐത്തല, മുക്കാലിമണ്ണ്, അനേക ശുശ്രൂഷകൾ ചെയ്തു. ഇപ്പൊ എന്നെ എടുക്കാൻ പോവാ, ചാകാൻ പോവാ. എടാ, നിന്റെ വിചാരമല്ല ദൈവത്തിന്റെ വിചാരം. എത്ര പേര് കേട്ട് തല്ലും,
നടുങ്ങിടിലും ചൂരച്ചട്ടി തന്നല്ലാതിൽ ഉറങ്ങിടിലും ആ ശത്രുഭീതി കേട്ടുതല്ലും ഓ ചൂരച്ചട്ടി തന്നല്ലാതിൽ വന്നുണർത്തി താരും നാടകൾ നിന്നു തൃപ്തനാക്കി നാട്ടത്തിടും. ചേർന്ന് പാട്. വന്നുണർത്തി താരും നാടകൾ നിന്നു തൃപ്തനാക്കി ഓ എനിക്കായി കരുതാമെന്നൂര ഭയമില്ല നിലച്ചിടുമ്പോൾ എന്നിക്കായി കരുവാനികത്തിലില്ലേ ഒന്നും ചുമത്തുന്ന കരമുയർത്തി ദൈവത്തെ സ്തുതിക്കുക. നമ്മുടെ വിചാരമല്ല ദൈവത്തിന്റെ വിചാരം. ആമേൻ. 18-ാം അധ്യായമൊക്കെ പഠിക്കുമ്പോൾ ശക്തമായി ശുശ്രൂഷ ചെയ്ത ദൈവദാസൻ, ബാലിന്റെ യശയുടെയും പ്രവാചകന്മാരെ വെട്ടിക്കൊന്ന പ്രവാചകൻ, സ്തോത്രം സ്തോത്രം, ധീരനായ ഒരു കൊടുങ്കാറ്റ് പോലെ ഏലിയാവ് ആഹാബിന്റെ അരമനയ്ക്കകത്ത് ചെന്നത്. അതല്ലേ 17-ാം അധ്യായത്തിൽ വായിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഒരു കൊടുങ്കാറ്റ് പോലെ, വേറെ പേരും പ്രശസ്തിയും കുടുംബ പാരമ്പര്യം ഒന്നും പറഞ്ഞിട്ടില്ല. ഒറ്റ വാക്കിൽ അങ്ങനല്ലേ അമ്മാമേ 17-ാം അധ്യായം? അമ്മാമേ എന്നെ നോക്കാതെ അങ്ങോട്ട് നോക്കി വായിച്ചേ അമ്മാമേ. 17-ന്റെ 1 മുതൽ വായിക്കേ. എന്നാൽ ഗിലെയാദിലെ തിശ്ബിയിൽ നിന്ന് തിശ്ബിനായ ഏലിയാവ് ആഹാബിനോട്, കണ്ടോ, ഒരു മുന്നറിയിപ്പും കൂടാതെ നേരെ ആഹാബിന്റെ അടുക്കോട്ട് എന്ന് പറയാ, എടാ ഞാൻ സേവിച്ച് നിൽക്കുന്നു. അമ്മാമ ഇപ്പൊ ഫോട്ടോ എടുക്കാതെ. ഓ, ഇതൊന്ന് കേട്ടിട്ട് സ്തോത്രം. ഞാൻ വേണം യോഗം കഴിഞ്ഞ് അവിടെ നിന്ന് തരാം. 1:09 എടുത്തു ഫോട്ടോ എടുത്തു. അപ്പൊ ശ്രദ്ധിച്ചേ, ഞാൻ അങ്ങോട്ട് തിരിഞ്ഞ സമയത്ത് അമ്മാമ്മ ഓർത്തത് ഞാൻ ഇങ്ങോട്ട് തിരികേ ഇല്ലെന്നാ. അപ്പൊ ശ്രദ്ധിച്ചേ, ഒരു കൊടുങ്കാറ്റ് പോലെ ഏലിയാവ് കയറി വരിക. ആഹാബിനോട് വന്ന് പറയുക, എടേ ആഹാബേ, ഞാൻ സേവിച്ചു നിൽക്കുന്ന യഹോവയാണ് എന്ന് പറഞ്ഞാൽ ഞാൻ സേവിക്കുന്നത് സത്യദൈവത്തെയാ, ഞാൻ സേവിക്കുന്ന ജീവനുള്ള ദൈവത്തെയാ, ഞാൻ സേവിക്കുന്നത് ചത്തടിഞ്ഞ ദൈവമല്ല, ജീവിക്കുന്ന ദൈവമാ. നിങ്ങൾ അവൻ ജീവനുള്ളവനെ, പ്രൈസ് ദി ലോർഡ്. ഞാൻ സേവിക്കുന്ന ദൈവമാണ്. ഞാൻ പറഞ്ഞല്ലാതെ ഈ ആണ്ടുകൾ ദേശത്ത് മഞ്ഞുമഴയും ഉണ്ടാകത്തില്ല. ഹല്ലേലൂയ. ഒരു കൊടുങ്കാറ്റ് പോലെ കയറി വന്നു. പ്രതീക്ഷിക്കാത്ത സമയത്ത് ദൈവം നിനക്കൊരു ശുശ്രൂഷ തന്നിട്ടുണ്ട്. ദൈവം നിന്റെ മേലൊരു അഭിഷേകം പകർന്നിട്ടുണ്ട്. ദൈവം നിനക്കൊരു ആലോചന തന്നിട്ടുണ്ട്. ദൈവം നിന്നെ അനുഗ്രഹിക്കുന്ന ദൈവമാ. ഇന്ന് രാത്രിയിൽ നീ ബലപ്പെട്ട തിരിച്ചു പോകാം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ദൈവത്തിന് നിന്റെ വിചാരമല്ല ദൈവത്തിന്റെ വിചാരം, നിന്റെ വിചാരമല്ല ദൈവത്തിന്റെ വിചാരം. കരമുയർത്തി ഹല്ലേലൂയ പാട്. ഞാനിങ്ങനെ പറയും, കൊടുങ്കാറ്റ് പോലെ കയറിയത്. സ്തോത്രം. കൊടുങ്കാറ്റ് പോലെ ചെന്നേച്ചേ, പോയത് ശാന്തമായ കാറ്റടിച്ചല്ല പോയത്. കൊടുങ്കാറ്റ് പോലെ അങ്ങോട്ട് കയറി ശുശ്രൂഷ തുടങ്ങി. പോകാൻ നേരത്ത് ചുഴലിക്കാറ്റിലാ കയറി പോയത്. തകർക്കാനൊക്കെ ഒത്തിരി പേര് നോക്കി, തള്ളച്ചി നോക്കി, തള്ളച്ചിയുടെ അനുയായികൾ നോക്കി, തള്ള ശുദ്ധം ചെയ്യാൻ നോക്കി. പക്ഷേ ദൈവത്തിന്റെ വിചാരം മറ്റൊന്നാണ്. ഞാൻ ആത്മാവി ദൂരാ പറയുന്നത്, ഇന്ന് രാത്രി ദൂരാ പറയുന്നത്. ഈ വാക്യം പ്രസംഗിക്കാൻ വന്നതല്ല ഞാന്. ഇന്ന് രാത്രി വചനത്തിൽ കൂടെ ദൂര് പറയുക. നിന്റെ വിചാരമല്ല ദൈവത്തിന്റെ വിചാരം, നിന്റെ വഴിയൊന്നുമല്ല ദൈവത്തിന്റെ വഴി.
ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഓ പുറകെ വരെ ദൈവശക്തി വ്യാപരിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ ജയം. Praise the Lord. കൊടുങ്കാറ്റ് പോലെ കയറി വന്നത്. പോയത് ചുഴലിക്കാറ്റിലാണ്. പക്ഷെ ദൈവത്തിന്റെ പദ്ധതി അതായിരുന്നു. പക്ഷെ ഇവിടെ അവൻ അമ്മാമ്മ ഏതാണ്ടെല്ലാം പറഞ്ഞു. അമ്മാമ്മ ഏതാണ്ട് പറഞ്ഞില്ല. അമ്മാമ്മ അരിശം കയറി വെച്ച് പറഞ്ഞു, എൻ്റെ പ്രവാചകനെ കൊന്നെങ്കിൽ അതുപോലെ ഒരുത്തനെ പോലെ ഞാൻ ഇവന് തള്ള പിച്ചും പേയും പറഞ്ഞിരിക്കുന്നല്ലാതെ. സ്തോത്രം. എടാ, ദൈവത്തിന്റെ വിചാരം വേറൊന്നാ. തള്ള പറഞ്ഞു കൊല്ലുമെന്ന്. അല്ല, തള്ളയും പറയുന്നുണ്ട്, തന്ത ഇപ്പം പലയിടത്തും പറയുന്നുണ്ട്, കൂട്ടുവേലക്കാരിലും ചിലര് പറയുന്നുണ്ട്, പെന്തിക്കൂസുകാരും ചിലര് പറയുന്നുണ്ട്, ഇനിയും ചൂരച്ചയുടെ കീഴിലൊക്കെ കിടന്ന് അവിടെ കിടന്ന് ആയുസ് ഇത് സമാപ്തു ഹുവ. ദൈവത്തിന്റെ വിചാരം മറ്റൊന്നാ. പ്രൈസ് ദി ലോർഡ്. ദൈവം ഒരു വാച്ചോടെ വായിച്ചങ്ങ് നിർത്താം. ഞാനങ്ങ് അടങ്ങുക. പ്രസംഗം തീർന്നിട്ടൊന്നുമല്ല. അമ്മാമ്മ ദൈവത്തിന്റെ വിചാരം ഒന്ന് വായിച്ചേ. ഏലിയാവിന്റെ വിചാരം മരിച്ചാൽ മതി, ഇനി ഇവൻ ശുശ്രൂഷയൊന്നും വേണ്ട, ഇനി ആരും വിളിച്ചാലും ഞാൻ അങ്ങനെ പോകാൻ താല്പര്യം ഇല്ല, ഞാൻ ഇനിയും വിശ്രമ ജീവിതമാണ്. പക്ഷെ ദൈവത്തിന്റെ വിചാരം എന്നാ? അമ്മാമ്മയെ 19:15 മുതൽ വായിച്ചേ. ദൈവത്തിന്റെ വിചാരം ഇങ്ങോട്ട് താള് മറിച്ചേ. രണ്ടാം നടുക്ക് 15-ാം വാക്യം മുതൽ വായിച്ചേ. യഹോവ അവനോട് അരുളിച്ചതെന്നാൽ, യഹോവ ഏലിയാവിനോട് അരുളിച്ചതെന്ന്, നീ ആകാൻ കിടക്കേണ്ടവനല്ല, നീ ചൂരച്ചെടിയുടെ കീഴിൽ കിടന്ന ആയുസ് പട്ടുപോകാനല്ല നിന്നെ പറ്റി എന്റെ വിചാരം. നീ പുറപ്പെട്ട്, നീ ഇവിടെ നടുവാക്കണം, നീ പുറപ്പെട്ട് ദമസ്കോസിന്റെ മരുവഴിയായി മടങ്ങിപ്പോകുക. നീ എത്തുമ്പോൾ ഹസായേലിനെ അരാമിന് രാജാവായി അഭിഷേകം ചെയ്യണം. നിനക്ക് ശുശ്രൂഷ ഉണ്ടെന്ന്. നിന്റെ ശുശ്രൂഷ തീർന്നിട്ടില്ല. നിന്റെ വിചാരമല്ല ദൈവത്തിന്റെ വിചാരം. നീ വിചാരിച്ചത്, നിന്നെ പറ്റി പലരും വിചാരിച്ചത് ഇനി ശുശ്രൂഷിക്കത്തില്ല, എഴുന്നേക്കത്തില്ല, അവൻ തകർന്നു പോയി, മുടിഞ്ഞു പോയി, ചൂരച്ചെടി കൊണ്ട് അവസാനിച്ചു. എന്നാൽ ദൈവത്തിന്റെ വിചാരം മറ്റൊന്ന്. Praise the Lord. നിന്റെ വിചാരമല്ല ദൈവത്തിന്റെ വിചാരം. ഏലിയാവ് ചിന്തിച്ചത് ഇനി മരണമാ, മരണം മരണം. അമ്മാമ്മൻ ചിന്തിച്ചത് കൊല്ലും കൊല്ലും കൊല്ലും. അമ്മാമ്മയുടെ ശിങ്കിടികളും ചിന്തിച്ചത് ഇനി പൊക്കത്തില്ല. പക്ഷെ ദൈവത്തിന്റെ വിചാരം മറ്റൊന്ന്. ദൈവന്റെ പറഞ്ഞ, നീ ഹസായേലിനെ അരാമിന് രാജാവായി അഭിഷേകം ചെയ്യണം. അടുത്തത് അമ്മാമ്മ എന്നെ നോക്കാതെ വാക്യം വായിച്ചത്. അമ്മാമ്മേ, നിംശിയുടെ മകനായ യേഹൂവിനെ ഇസ്രായേലിന് രാജാവായിട്ട് 2 നിംശിയുടെ മകനാകുന്ന യേഹൂവിനെ ഇസ്രായേലിന് രാജാവായിട്ട് അഭിഷേകം ചെയ്യണം. അടുത്തത് 3 സാഫാത്തിന്റെ മകനായ എലീശ നിനക്ക് പകരം പ്രവാചകനായിട്ട് അഭിഷേകം ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. നിനക്കൊരു അഭിഷേക ശുശ്രൂഷ ഇനിയുണ്ട്. നിന്റെ ശുശ്രൂഷ തീർന്നിട്ടില്ല. നീ നശിച്ചു പോകത്തില്ല, നീ തകർന്നു പോകത്തില്ല, നീ മുടിഞ്ഞു പോകത്തില്ല. നിന്നെ പറ്റി ദൈവത്തിന് വേറൊരു വിചാരമാണ്. ഓ റിബികമനപടമല്ല, ദിരിബികമനപടമല്ല. വിശ്വസിച്ചേറ്റെടുക്ക്, വിശ്വസിച്ചേറ്റെടുക്ക്. അപ്പന്റെ വിചാരമല്ല യോസേപ്പിനെ പറ്റി ദൈവത്തിന്. അപ്പന്റെ വിചാരമല്ല ശൗലിനെ പറ്റി ദൈവത്തിന്. ഏലിയാവിന്റെ വിചാരം അമ്മാമ്മയുടെ വിചാരമല്ല ഏലിയാവിനെ പറ്റി ദൈവത്തിന്. അഗ്നിമയ രഥങ്ങളും വശങ്ങളും അവൻ പ്രത്യക്ഷപ്പെടുമ്പോൾ ആത്മശക്തിയുടെ ചുഴലിക്കാറ്റിൽ നിന്ന് മേൽപോട്ടെടുക്കും. ദൈവത്തിന്റെ വിചാരം നിറവേറട്ടെ, ദൈവത്തിന്റെ പദ്ധതി നിറവേറട്ടെ. എല്ലാവരും അല്പസമയം പ്രാർത്ഥിച്ചാട്ടെ. ഈ പ്രാരംഭ രാത്രിയിൽ ദൈവാത്മാവ് വചനത്തിൽ കൂടെ ഇടപെട്ടിരിക്കുക, വചനത്തിൽ കൂടെ സംസാരിച്ചിരിക്കുക. ആ പഴയ പാട്ട് കൈകളടിച്ച് പാടി നമുക്ക് ഇന്ന് അങ്ങ് അവസാനിപ്പിച്ച് നിർത്താം. സമയം അങ്ങ് പിടിച്ച് നിർത്തുക. നിങ്ങൾ എടുത്തോളാൻ പറഞ്ഞാലും ഒരു മര്യാദ വേണ്ടായോ? അതുകൊണ്ട് ഞാനങ്ങ് അടങ്ങുക. ആ പഴയ പാട്ട്, മുമ്പേ പാടിയ പാട്ട് ചേർന്ന് പാടി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ശത്രുഭീതി കേട്ടുതെല്ലും നടുങ്ങിലും ചൂരച്ചട്ടി തണലതിലൂടെ സ്റ്റേജിൽ നിൽക്കുന്നവർക്ക് എഴുന്നേൽക്കാം. ഒക്കെ
എട്ടുതല്ലും നിങ്ങൾ അവിടെ ഇരുന്നാ മതി. ഓ ചൂരച്ചാണ്ടി തണലാത് ഉറങ്ങിടലോ പന്നുണർത്തി താരും ഊരക്കാനലാത് ഇന്നു ധൃതനാക്കി നടത്തിടും. ഓ എനിക്കായി കരുതാമെന്നുരച്ചവനെ അവനെ കൊട്ടുഭയമില്ല നിലച്ചിടും. എനിക്കായി കരുതുവാനില്ലേ ഒന്നോരുപതുന്ന എനിക്കായി കരുതുവാനിക ഒരിക്കൽ കൂടി ഹല്ലേലൂയ പാടാം. ഒരിക്കൽ കൂടി ഹല്ലേലൂയ പാടാം. ദൈവദാസന്മാർക്ക് ഇരിക്കാം. ഇന്ന് രാത്രിയിലെ ഈ മഹനീയമായ ശുശ്രൂഷയ്ക്ക് എന്നെ ക്ഷണിച്ച കർത്തദാസനും ചുമതലപ്പെട്ട എല്ലാ ആദരണീയ കർത്തദാസന്മാർക്കും ദൈവമക്കൾക്കും നന്ദി. ഓർക്കുന്ന സമയം എളിയവനെയും കുടുംബത്തെയും തിരുവല്ലായിലൊരു സഭയുണ്ട്. ആ ശുശ്രൂഷകളെ ഓർത്ത് പ്രാർത്ഥിക്കണം. ദൈവത്തിൻ്റെ മഹാകരുണയും കൃപയും കൊണ്ടും അനേക ദൈവമക്കളുടെ പ്രാർത്ഥന കൊണ്ടാണ് ഇതുവരെ നിൽക്കുന്നത്. ഇനിയെല്ലാം വിലപ്പെട്ട മാതാക്കളുടെ പിതാക്കന്മാരുടെ എല്ലാവരുടെ പ്രാർത്ഥന അപേക്ഷിക്കുക. നിങ്ങൾ പ്രാർത്ഥിക്കണമെന്നൊരിക്കൽ കൂടി അപേക്ഷിച്ച് എൻ്റെ വാക്കിന്ന് വിരമിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരും